students, welcome to another English class. Here we are going to discuss some activities of the Light on the Hills, Unit 3 of 8th standard. Look at the first activity, short story analysis. Here is a template. Look at the textbook. What do you fill in this first column? What is the title of our story? Short story analysis ആണ്. അപ്പോൾ ഷോർട്ട് സ്റ്റോറി പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അനലൈസ് ചെയ്യുക, അതെങ്ങനെയൊക്കെയാണ്, അതിൽ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് അനാലിസിസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടൈറ്റിലാണ്. യു നോ ദ ടൈറ്റിൽ വെരി വെൽ, ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്. ഓക്കെ, ദെൻ ഹു ഈസ് ദ ഓഥർ ഓഫ് ദ സ്റ്റോറി? ആരാ? ലൂസി ക്ലിഫോർഡ്. Lucy Clifford is the author of this story. ഇനി what is the next point? Settings ആണ്. Where does the story takes place? ഈ സ്റ്റോറി എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ on the plains overlooking the hills, അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലാണ് നടക്കുന്നത്. ഇനി രണ്ടാമത്തെ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ക്യാരക്ടേഴ്സാണ്. Who are the characters of the story? A little boy and a little girl. പിന്നെ അതിൻ്റെ ക്യാരക്ടർ, ഹു ആർ ദ ക്യാരക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്യാരക്ടറൈസേഷനാണ്. ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഓഫ് ഈച്ച് ക്യാരക്ടർ? ഓരോ ക്യാരക്ടറിൻ്റെയും സ്വഭാവ സവിശേഷതകൾ പറയണം. അപ്പോൾ നമുക്ക് ക്യാരക്ടർ ഫസ്റ്റ് വൺ ബോയുടെ പറയാം, നെർവസ്, ലാക്ക് കോൺഫിഡൻസ്, ലവിങ്, പിന്നീട് ഗെയിൻസ് കോൺഫിഡൻസ് ആസ് ഹി ഗ്രോ അപ്പ്, അല്ലേ, വളർന്നു വലുതായപ്പോൾ കോൺഫിഡൻസ് കിട്ടുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആ ഗേളിൻ്റെ എങ്ങനെയാണ്? ലവിങ് ആണ്, മെച്യൂർഡ് ആണ്, എൻകറേജിങ് ആണ്, തിങ്സ് പോസിറ്റീവ്ലി, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് കാണുന്ന വ്യക്തിയാണ്. ഇനി തീമാണ് ചോദിക്കുന്നത്. തീം എന്താണ്? നെക്സ്റ്റ് കോളത്തിലാണ് തീം തന്നിട്ടുള്ളത്. തീം എന്നാൽ വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയുടെ മെയിൻ ആശയം എന്താണോ അതാണ് തീം ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ തീം എന്ന് പറയുന്നത് ആർഡൻറ്റ് ലവ് ആൻഡ് ഡെഡിക്കേഷൻ ടു വൺസ് വർക്ക് ക്യാൻ ബ്രിങ് ഫോർത്ത് സക്സസ് ഇൻ വൺസ് ലൈഫ്. അതായത് വർക്കിനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും അർപ്പണബോധവും ശരിക്കും തീർച്ചയായിട്ടും അവനെ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ തീം. ഇനി അതിൻ്റെ ടോണാണ്. ഡിസ്ക്രൈബ് ഹൗ യു ഫെൽ റീഡ് ദ സ്റ്റോറി. നമുക്ക് വായിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഫീൽ ചെയ്തെന്നുള്ളതാണ്. ഈ സ്റ്റോറി വായിച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് ഫീൽ ചെയ്തെന്നുള്ളത്. അപ്പോൾ ടച്ച് ടു റീഡ് അബൌട്ട് ദി ലവിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ഹിസ് സിസ്റ്റർ. ആ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ലവിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ സിസ്റ്റർ ആൻഡ് ബ്രദർഹുഡ്, അല്ലേ. ദ സ്റ്റോറി കാൽക്കുലേറ്റ്സ് ഒപ്റ്റിമിസ്റ്റിക് വ്യൂ ഇൻ അസ്. പിന്നെ അതുപോലെ തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മളിൽ വളർത്തുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്ന ഇമാജറിയാണ്. വാട്ട് ആർ ദ ഇമാജറീസ്? എന്താ ഇമാജറി എന്ന് പറഞ്ഞാൽ വാട്ട് പിക്ചർ കുഡ് യു വിഷ്വലൈസ് ആസ് യു റീഡ് ദ സ്റ്റോറി? ഈ സ്റ്റോറി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പിക്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട്. ഓഡിറ്ററി ആണെങ്കിലും വിഷ്വൽ ഇമേജസ് ആണെങ്കിലും ഇതുപോലെ തന്നെ അങ്ങനെ കിനെസ്തെറ്റിക് ആയിട്ടുള്ള ഒരുപാട് ഇമേജസ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ദ ഗ്ലിമ്മറിങ് സൺലൈറ്റ് ഒരു വിഷ്വൽ ഇമേജാണ്. റെസ്ലിംഗ് ഡീവ്സ്, അല്ലേ. Rippling stream with a light shining upon the hills, the wonderful picture of a brother and a sister at a walk trying to paint a picture, the little boy growing up to a great artist one day. ഇതൊക്കെ ഇമേജസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. ഇൻ ഹൂസ് പോയിൻ്റ് ഓഫ് വ്യൂ ഇസ് ദ സ്റ്റോറി ടോൾഡ്? ഈ സ്റ്റോറി ആരാണ് പറയുന്നത്? ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്? ദ ലിറ്റിൽ ബോയ്സ്, ആൺകുട്ടിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ സ്റ്റോറി പറയുന്നത്. ഇനി നെക്സ്റ്റ് കോൺഫ്ലിക്റ്റ് ആണ് തന്നിട്ടുള്ളത്. കോൺഫ്ലിക്റ്റ് എന്നാൽ ആ സ്റ്റോറിക്കകത്ത് നടക്കുന്ന സംഘടനകളും എക്സ്റ്റേണൽ ആയിട്ടുള്ള, അതായത് പുറത്ത് നടക്കുന്ന സംഘടനകളും. അപ്പോൾ അകത്ത് നടക്കുന്ന സംഘടനകൾ, അതായത് കോൺഫ്ലിക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ്. ദ ഡിസൈർ ടു പെയിൻറ്റ് എ പിക്ചർ വേഴ്സ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ടു പെയിൻറ്റ് ഇറ്റ്. അതാണ് അവൻ്റെ മനസ്സിൽ ചിത്രം വരയ്ക്കണമെന്നുണ്ട്, പക്ഷെ അവന് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് വരയ്ക്കാൻ സാധിക്കുന്നില്ല. എന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹി ഡിസൈർ ടു പെയിൻറ്റ് എ പിക്ചർ സൊസൈറ്റീസ് റെസ്പോൺസ് ടു ആൻ ഇംപെർഫെക്റ്റ് വർക്ക്. നെക്സ്റ്റ് പറയുന്നത് അവന് വരയ്ക്കാനുള്ള ആഗ്രഹമാണ്, പക്ഷേ സോഷ്യലൈസേഷൻ റെസ്പോണ്ട്, പക്ഷേ സൊസൈറ്റി എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രതികരണം അവന് പറ്റാത്തത് കൊണ്ട് അതും അതൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള കൺഫ്ലിക്റ്റ് ആയിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയാണ് ആക്ടിവിറ്റി 1 ആൻസേഴ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദ ആക്ടിവിറ്റി 2. എ ഫ്യൂ ഓഫ് ദ മേജർ ഇൻസിഡൻറ്റ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട്. നമ്മുടെ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്ന സ്റ്റോറിയിലെ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ഇവിടെ തന്നിട്ടുണ്ട്.
ഇതിനെ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് വൺ, ദ ലിറ്റിൽ സിസ്റ്റർ വാച്ച്ഡ് ഹിയർ ബ്രദർ പെയിൻറ്റ് ദ പോർട്രേറ്റ്സ്. ആദ്യം നമ്മൾ കാണുന്ന സീൻ ഇതാണ്. അവളുടെ ചെറിയ സഹോദരി അവൻ പിക്ചർ വരയ്ക്കുന്നത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ സജസ്റ്റഡ് എ ഫ്യൂ ചേഞ്ചസ് ടു ദ പിക്ചർ. എന്നിട്ട് കുറച്ച് സജഷൻസ് കൊടുക്കുകയാണ് ടു ചേഞ്ച് ദ പിക്ചർ, അല്ലേ, പിക്ചറൊന്ന് മാറ്റി വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ ഇവിടെ തന്നെ അറിയേണ്ടത് ലിറ്റിൽ സിസ്റ്റർ വാച്ച്ഡ് ഹെർ ബ്രദർ പെയിൻറ്റിങ് ദ പോർട്രേറ്റ്. പിന്നെ ഷീ സജസ്റ്റഡ് എ ഫ്യൂ ചേഞ്ചസ്. ദ ബോയ് വാസ് അൺഏബിൾ ടു ഡ്രോ ദ പിക്ചർ. പക്ഷേ കുട്ടിക്ക് ചിത്രം വരയ്ക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് തന്നെ കഴിഞ്ഞിട്ട് ഷീ ട്രൈസ് ടു ബിൽഡ് അപ്പ് ഹിസ് കോൺഫിഡൻസ് ഉണ്ടാക്കി ശ്രമിക്കുകയാണ്. ദ ബിഗ് ട്രാജഡി. പിന്നെ ബിഗ് ട്രാജഡി ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. സ്ട്രക്ക് ദെയർ ഫാമിലി. ഒരു വലിയൊരു ട്രാജഡി എന്തായിരുന്നു അത്? ലിറ്റിൽ ബോയ്സ് ഫീൽഡ് വിത്ത് ഗ്രീഫ് ആറ്റ് ദ ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്റർ. അതായിരുന്നു ആ ട്രാജഡി. കാരണം ആ കുട്ടിയുടെ മരണം, അതിൻ്റെ സിസ്റ്ററുടെ മരണമായിരുന്നു അവിടെ നടന്ന ഏറ്റവും വലിയ ട്രാജഡി. അതിൻ്റെ പിന്നാലെ വന്ന സോറോസ് ഗീവ്സ് ഹിം പവർ ആൻഡ് ഹി ഡ്രോസ് ദ പിക്ചർ വിച്ച് വിൻസ് ഹിം റെക്കഗ്നേഷൻ. അങ്ങനെ ആ ദുഃഖത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ഉരുത്തിരിവിലൂടെയാണ് ശരിക്ക് ആ ബോയ് എന്ത് ചെയ്യുന്നത്? നല്ലൊരു പിക്ചർ വരയ്ക്കുന്നതും അവൾ പറഞ്ഞു കൊടുത്ത ഒരുപാട് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചിത്രം വരയ്ക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് മെസ്സേജ് ആയിട്ട് പറഞ്ഞത്. പെർഫെക്റ്റ് ലവ് ഹെൽപ്സ് വൺ ടു വർക്ക് ആൻഡ് ടു വെയിറ്റ്. ഇറ്റ് ഓൾസോ ഗിവ്സ് ഹാപ്പിനെസ്. അത് സന്തോഷം തരും. കാരണം ശരിക്കും യഥാർത്ഥമായിട്ടുള്ള സ്നേഹം, ഒരാളെ വർക്കിൽ സഹായിക്കുക എന്ന് പറയുന്നതിലൂടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം കിട്ടുന്നതാണ്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഹെവൻ. ശരിക്കും അതിനായിരിക്കാം എന്ന് പറയുന്നത് സ്വർഗം എന്ന് പറയുന്നത്. നമുക്ക് എവിടെയാണോ സന്തോഷം, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞെങ്കിൽ നമ്മളും സന്തോഷവാന്മാരാകും. അതിനാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇതാണ് ആക്ടിവിറ്റി 2. അതായത് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് അതിൻ്റെ ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 3 ആണ്. ആക്ടിവിറ്റി 3 ലെറ്റസ് എൻറിച്ച് വൊക്കാബുലറി എൻറിച്ച് ചെയ്യാനുള്ളൊരു ആക്ടിവിറ്റിയാണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് ബൈ ചൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് ബോക്സിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. സീസ്, ഹോണർ, ഗ്ലിമ്മർ, ഗ്രീഫ്, റിപ്ലിംഗ്, റെസ്ലിംഗ്, ഡെഡിക്കേഷൻ, സിൻ. അപ്പോൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. സീസ് എന്നാൽ പിടിക്കുക, ഹോണർ എന്നാൽ ആദരിക്കുക, ഗ്ലിമ്മർ മിന്നിത്തിളങ്ങുന്നത്, ഗ്രീഫ് ദുഃഖം, റിപ്ലിംഗ് റെസ്ലിംഗ്, ഡെഡിക്കേഷൻ, സിൻ. നോക്കുക. ദ ലിറ്റിൽ ഗേൾ ആസ്ക്ഡ് ദ ബോയ് ടു ഡു ഹിസ് വർക്ക് വിത്ത് എ ഗ്രേറ്റ് ഡെഡിക്കേഷൻ. ഫസ്റ്റ് വൺ ഏതാ ആൻസർ വരിക? ഗ്രേറ്റ് ഡെഡിക്കേഷനോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഷി ആസ്ക്ഡ് ഹിം ടു സീ ദ ഗ്ലിമ്മർ ഓഫ് ദ സൺലൈറ്റ്. സൂര്യപ്രകാശത്തിൻ്റെ ആ ലൈറ്റ്. ഇൻ നേച്ചർ വി കുഡ് ലിസൺ ടു ദി റെസ്ലിംഗ് ഓഫ് ദ. റെസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇലകളുടെ അനക്കം. ഇതാണ് മൂന്നാമത്തെ വരുന്നത് റെസ്ലിംഗ്. ഇത് സെക്കൻഡ് വൺ, ഇത് ഫസ്റ്റ് വൺ. ഇനി റെസ്ലിംഗ് ഓഫ് ദി ലീവ്സ്. ഇൻ നേച്ചർ വി കുഡ് ആൾസോ ഹിയർ ദി റിപ്ലിംഗ് സൗണ്ട്. അതായത് നേച്ചറിൻ്റെ പ്രത്യേക തരത്തിലുള്ള ആ ഒരു സൗണ്ട് റിപ്ലിംഗ്. ഹിയർ ദി റിപ്ലിംഗ് ഓഫ് ദി സ്ട്രീം. അരുവികൾക്ക് ഉണ്ടാക്കുന്ന സൗണ്ടിനാണ് റിപ്ലിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നാലാമത്തത് റിപ്ലിംഗ് ആണ്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹോണർ. അത് വലിയൊരു പദവിയാണെന്ന് പറയുന്നുണ്ട്. അഞ്ചാമത്തെ ഹോണറാണ്. ആർട്ടിസ്റ്റ് ടു ക്യാപ്ചർ ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ സിൻ. സിൻ എന്ന് പറഞ്ഞാൽ എന്താ? പാപം. ആറാമത്തെ സിൻ. ടു റെപ്രസെൻറ്റ് നേച്ചർ ഇംപെർഫെക്റ്റ്ലി. നേച്ചറിനെ ഇംപെർഫെക്റ്റ് ആയിട്ട് കാണുക എന്ന് പറയുന്നൊരു പാപമാണെന്നാണ് പറയുന്നത്. ദ ലിറ്റിൽ ബോയ് വാസ് ഇൻ എ ഗ്രേറ്റ് ഗ്രീഫ്. ഗ്രീഫ് എന്താ? ദുഃഖം, അല്ലേ? വെൻ ഹി ലേൺഡ് അബൌട്ട് ദ ഡെത്ത് ഓഫ് ഹിസ് സിസ്റ്റർ. അങ്ങനെ സഹോദരി മരിച്ചതറിഞ്ഞപ്പോൾ അവർക്ക് വളരെ ദുഃഖം തോന്നി. ദ ബോയ് ഫെൽറ്റ് ദാറ്റ് ഹാപ്പിനെസ് ഈസ് സംതിങ് ഡിഫിക്കൽട്ട് ടു സീ. ശരിക്കും സന്തോഷം എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വളരെയധികം പ്രയാസമാണെന്ന് അവന് മനസ്സിലാക്കാൻ. ദ ലാസ്റ്റ് വൺ ഈസ് സീസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നുകൂടെ നോക്കാം നമുക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ഡെഡിക്കേഷൻ, ഗ്ലിമ്മർ, റെസ്ലിംഗ്, റിപ്ലിംഗ്, ഹോണർ, സിൻ, ഗ്രീഫ്, സീൻ. ഇതാണ് അതിൻ്റെ ആക്ടിവിറ്റി 1, അതായത് വെക്കാബുലറി ആക്ടിവിറ്റിയിലെ ഒന്നാമത്തെ ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഇനി ആക്ടിവിറ്റി 2. യു ഹാവ് സ്റ്റഡീഡ് ഹൗ ടു യൂസ് ദ പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് ഇൻ ദ പ്രീവിയസ് യൂണിറ്റ്. അപ്പോൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ് സഫിക്സ് എന്താ, പ്രിഫിക്സ് എന്താ എന്നുള്ളതൊക്കെ. നൗ ഐഡൻറ്റിഫൈ ദ 8 വേർഡ്സ് from the story which have different suffixes such as ed, ly, s or es, full, ness, in, er and est, as separating the root word on the suffix and suffix. One is done for you. അപ്പോൾ റൂട്ട് വേർഡ് തന്നിട്ടുണ്ട്, സഫിക്സും അതുപോലെ തന്നെ പ്രിഫിക്സും നമ്മൾ കണ്ടെത്തണം. ഇവിടെ മനസ്സിലായി വേർഡ്സ് വിത്ത്
സഫിക്സസ് ഫ്രം ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിയിൽ നിന്ന് സഫിക്സോട് കൂടി എടുത്തിരിക്കുന്ന വേർഡാണ് വാച്ചിങ് എന്ന് പറയുന്നത്. ഈ വാച്ചിങ് എന്നുള്ള ഈ വേർഡ് നമുക്കറിയാം എൻ്റെ സ്പെല്ലിങ് WATCHING എന്നാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് വേർഡ്, അതിൻ്റെ ഒറിജിനൽ വേർഡ് എന്ന് പറഞ്ഞാൽ വാച്ചാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ശേഷം ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഏതാണ് വരിക? ING. അതാണ് സഫിക്സ് എന്ന് പറഞ്ഞത്. റൂട്ട് വേർഡിൻ്റെ ശേഷം ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് സഫിക്സ് എന്ന് പറഞ്ഞത്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നേ, അതായത് വാച്ചിൻ്റെ മുന്നേ നമുക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് പ്രിഫിക്സ് ആണ്. അപ്പോൾ ഇതാണ് റൂട്ട് വേർഡിൻ്റെ മുമ്പ് ഉപയോഗിക്കുന്ന വേർഡ്സിന് പ്രിഫിക്സ് എന്നും റൂട്ട് വേർഡിന് ശേഷം ഉപയോഗിക്കുന്ന വേർഡ്സിന് എന്താ പറയുക? സഫിക്സ് എന്നുമാണ് പറയുക. അപ്പോൾ ഇനി കുറച്ച് വേർഡ്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉള്ള കുറച്ച് വേർഡ്സ് നമുക്ക് പരിചയപ്പെടാം. ഏതൊക്കെയാണ്? അപ്പോൾ വാച്ച് എന്നുള്ളത് കണ്ടു. പിന്നെ അടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഈഗേളിയാണ്. ഈഗേളി എന്നുള്ളതിൻ്റെ റൂട്ട് വേർഡ് എന്താണ്? ഈഗർ എന്നാണ്. അതിൻ്റെ സഫിക്സ് ഏതാ വരുന്നത്? LY എന്നാണ്. നെക്സ്റ്റ് പെയിൻറ്റഡ്. പെയിൻറ്റഡ് എന്നുള്ള വർക്കിൻ്റെ റൂട്ട് വേർഡ് പെയിൻ്റ് ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ സഫിക്സ് ഫോം ED ആണ്. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടി എന്നുള്ളതാണ് റൂട്ട് വേർഡ്. ബാക്കി ഏതാ വരിക? ഫുള്ളാണ് വരുന്നത്. ഹാപ്പിനെസ്, ഹാപ്പി എന്നുള്ള റൂട്ട് വേർഡ് NESS എന്നുള്ള നെസ് എന്നുള്ളത് അതിൻ്റെ സഫിക്സ്. ഹംബ്ലസ്റ്റ്, ഹംബിൾ എന്നുള്ളതാണ് റൂട്ട് വേർഡ്. EST എന്നുള്ളത് സഫിക്സ് ആണ്. ഹാപ്പിയർ എന്നുള്ള ഹാപ്പി എന്നുള്ള വേർഡ് ER എന്നുള്ള വേർഡ് അതിൻ്റെ സഫിക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സഫിക്സ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സഫിക്സ് ആൻഡ് റൂട്ട് വേർഡ് മനസ്സിലായല്ലോ. ഇനി അതുപോലെ തന്നെ ആക്ടിവിറ്റി 3 എന്താ ചോദിക്കാൻ? ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. ഇതിനകത്തുള്ള ആക്ടിവിറ്റി 3യിൽ ഈ സ്റ്റോറിയുടെ നോക്കുക. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി ഇറ്റ് വിൽ മേക്ക് ദം അൺഹാപ്പി. It is a sin to do anything which might represent the word imperfectly. The underlined words take the prefixes un and im respectively to form the opposite in meaning to the root word. ഇവിടെ ബോൾഡാക്കി കൊടുത്തിരിക്കുന്ന വേർഡ്സാണ് അൺഹാപ്പി എന്നുള്ളതും ഇംപെർഫെക്റ്റ് എന്നുള്ളതും. ഇവിടെ ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം, അതിൻ്റെ ഓപ്പോസിറ്റാണത് അൺഹാപ്പി. അപ്പോൾ ഈ UN എന്നുള്ള വേർഡാണ് മുന്നേ ചേർത്തിരിക്കുന്നത്. ഇതിനാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഈ പ്രിഫിക്സ് ആഡ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്പോസിറ്റ് ഉണ്ടാക്കാൻ. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം, അൺഹാപ്പി എന്ന് പറഞ്ഞാൽ ദുഃഖം അല്ലേ, സന്തോഷമില്ലായ്മ. അതുപോലെ തന്നെ പെർഫെക്റ്റ് എന്നാൽ കൃത്യത. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇംപെർഫെക്റ്റ്, യാതൊരു കൃത്യതയും ഇല്ലാത്തത് എന്നർത്ഥം വരുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് വേർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രിഫിക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി other prefixes are often used to from the antonyms of the root words are in and dis. Prepare a list of root words and their antonyms using the prefixes mentioned above. Write the at least 5 words with each prefix. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ നമ്മൾ 2 പ്രിഫിക്സ് കണ്ടിട്ടുള്ളൂ, അണ്ണ് എന്നുള്ളതും ഇമ്മ എന്നുള്ളതും. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്ന് എന്നുള്ളതും അതുപോലെ തന്നെ ഡിസ് എന്നുള്ളതും ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പോസിറ്റ്, അതായത് ആൻറ്റോണിംസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ വേർഡ്സാണ് അങ്ങനെ ആൻറ്റോണിംസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അണ്ണ് വെച്ചിട്ട് അൺഇമ്പോർട്ടൻറ്റ് അല്ലേ, അൺഫെയർ, അൺയൂഷ്വൽ. ഇം വെച്ചിട്ട് ഇമ്മച്വർ, ഇമ്പോസിബിൾ, ഇമ്മോർട്ടൽ. ഇൻ അതായത് നോട്ട് എന്നർത്ഥം വരുന്നത് ഇൻസെക്യൂർ, ഇൻഅപ്രോപ്രിയേറ്റ്, ഇൻകറക്റ്റ്. ഡിസ്ക്വാളിഫൈ, ഡിസേബിൾ, ഡിസപ്രൂവ്. ആൻറ്റി സോഷ്യൽ, ആൻറ്റി ഗ്രേവിറ്റി, ആൻറ്റിബയോട്ടിക്. കോവർക്ക്, കോപ്ലെറ്റ്, കോഎക്സിറ്റ്, കോസിങ്. എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രാ ടെറസ്ട്രിയൽ. ഫോർകാസ്റ്റ്, ഫോർഹെഡ്, ഫോർവേഡ്, ഫോർമോസ്റ്റ്. മിസ് വെച്ചിട്ടോ മിസ്റ്റേക്ക്, മിസ്അണ്ടർസ്റ്റാൻഡ്, മിസ് ഇൻട്രപ്റ്റ്. അല്ലെ ഇന്ന് വെച്ചിട്ട് നമുക്ക് വേണ്ടി ഇൻഡിസിപ്ലിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 3 പേജ് നമ്പർ 19 ആൻസറായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. Look at the writing part. Let us write. Activity 1. And yet my heart ached as I did it. The boy said, as he went back to the field. I thought over all the time I walked. എന്തായാലും അവൻ്റെ ഹൃദയവേദന ചെയ്യുമ്പോഴൊക്കെ അവൻ നന്നായിട്ട് മനസ്സ് വേദനിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ്? അവൻ പെയിൻറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എവറി ടൈം ഹീ തോട്ട് ഓഫ് ഹിസ് ലിറ്റിൽ സിസ്റ്റർ. തൻ്റെ സഹോദരിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ചിത്രം വരച്ചിരുന്നത്. മെനി തോട്ട് മസ്റ്റ് ഹാവ് പാസ്ഡ് ത്രൂ ഹിസ് മൈൻഡ് വൈൽ പെയിൻറ്റിങ് ഹിസ് പിക്ചർ. അങ്ങനെ ആ പിക്ചർ വരയ്ക്കുന്ന സമയത്ത് അവൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിത്രങ്ങൾ കടന്നു വരുന്നുണ്ട്. വാട്ട് വുഡ് ദോസ് തോട്ട്സ്? എന്തായിരിക്കാം അവൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ? അറ്റംപ്റ്റ് എ ഡയറി എൻട്രി ബേസ്ഡ് ഓൺ ദ ബോയ്സ് തോട്ട്. ഈ ബോയുടെ തോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഡയറി എഴുതണം. അപ്പോൾ ഡയറി എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു ഡയറി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ ഫസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ ഡേയും കൊടുക്കണം. മനസ്സിലായോ?
പിന്നെ നമ്മൾ ആദ്യത്തെ ഒരു സെൻറ്റൻസ് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് പോലെ ആ സെൻറ്റൻസ്, അതായത് ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണോ, അതായത് ഡയറി എഴുതുമ്പോൾ അവന് തോന്നുന്ന ആ ഫീലിങ്സ്, അത് ചിലപ്പോൾ സാഡ് ആവാം, അതല്ലെങ്കിൽ സന്തോഷമാവാം, അതല്ലെങ്കിൽ ഷോക്കിംഗ് ആവാം. ഇവിടെ ഒരു മെമ്മറബിൾ ഡേ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവന് കൊടുത്തിരിക്കുന്നതാണ് എ മെമ്മറബിൾ ഡേ, മൈ പ്രോമിസ് ടു ഹർ ഹാസ് ബീൻ ഫുൾഫിൽഡ്. എന്തായാലും അവളോട് പറഞ്ഞ വാക്ക് തീർച്ചയായിട്ടും ഞാൻ പാലിച്ചിട്ടുണ്ട്. ബട്ട് ഐ മിസ് മൈ ലിറ്റിൽ സിസ്റ്റർ എ ലോട്ട്. ഹൗ ഹാപ്പി ഷീ വുഡ് ബി ഇഫ് ഷീ വർ അലൈവ്. അപ്പോൾ അവൾ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ എത്രമാത്രം സന്തോഷിക്കുമായിരുന്നു. ഷി വാസ് ദ വൺ ഹൂ വിഷ് ദ മോസ്റ്റ് ടു മീ സക്സസ്ഫുൾ. അവളാണ് ശരിക്കും ഞാൻ സക്സസ്ഫുൾ ആവാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഇറ്റ് വാസ് ഹെർ വേർഡ്സ് ഓഫ് ലവ് ആൻഡ് എൻകറേജ്മെൻറ്റ് ദാറ്റ് കെപ്റ്റ് മീ ഗോയിങ്. ശരിക്കും അവളുടെ സ്നേഹത്തിൻ്റെ വാക്കുകളും അവളുടെ പ്രോത്സാഹനവും മാത്രമാണ് ഞാൻ ഇന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ ആം റിയലി ഇൻഡെപ്റ്റഡ് ഹെർ. തീർച്ചയായിട്ടും എനിക്ക് അവളോട് കടപ്പാടുണ്ടായിരിക്കും. ഹൗ ഐ വിഷ് ഷീ വേർ വിത്ത് മീ. ഇൻ ഫാക്ട് ഇറ്റ് ഈസ് ഹെർ മെമ്മറീസ് ദാറ്റ് ഗേവ് മീ ദ സ്ട്രെങ്ത് ടു കംപ്ലീറ്റ് അവർ ഡ്രീം പിക്ചർ. ശരിക്കും ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു സ്ട്രെങ്ത്, അവളുടെ ഓർമ്മകളുടെ സ്ട്രെങ്ത്താണ് എനിക്കിന്ന് ഇതുപോലൊരു ചിത്രം വരയ്ക്കാൻ സാധിക്കുന്നത്, കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുന്നത്. ഐ വാസ് സോ പ്ലീസ്ഡ് വെൻ ഐ saw the happiness on the face of the people who came to see my picture. All the appreciation and happiness I dedicate to my dearest little sister. My sister still continues to inspire me. അപ്പോൾ ശരിക്കും അവനിന്ന് കിട്ടുന്ന ക്രെഡിറ്റ് മുഴുവൻ ആർക്ക് കൊടുക്കുകയാണ്? അവൻ്റെ ലിറ്റിൽ സിസ്റ്റർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഡയറി എൻട്രിയാണ് എഴുതിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 2-ൽ ദ ബോയ് ഫൈനലി കെയിം അപ്പ് ദ വണ്ടർഫുൾ പെയിൻറ്റിങ് അപ്രീഷിയേറ്റഡ് ബൈ എവരി വൺ. എല്ലാവരാലും അഭിനന്ദിക്കപ്പെട്ട ഒരു വലിയൊരു പെയിൻറ്ററായിട്ട് മാറി അവസാനം, അല്ലേ? ഹിസ് ലിറ്റിൽ സിസ്റ്റേഴ്സ് വേർഡ്സ് വേർ വിത്ത് എ റിയൽ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഹിസ് അച്ചീവ്മെൻറ്റ്. ആ നേട്ടത്തിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും അവൻ്റെ സഹോദരിയുടെ ഇൻസ്പിറേഷനാണ്. ഹാവിങ് ഹേർഡ് ഓഫ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് ദ ബോയ് യു ഹാവ് ഡിസൈഡ് ടു സെൻഡ് എ ലെറ്റർ അപ്രീസിയേഷൻ ഹി. അങ്ങനെ നിങ്ങളിത് അവൻ്റെ ഈ ഉയർച്ചയൊക്കെ കേട്ട് കഴിഞ്ഞ് നിങ്ങൾ അവനൊരു അപ്രീസിയേഷൻ ലെറ്റർ എഴുതുക, അഭിനന്ദന കത്ത് എഴുതുകയാണ്. എങ്ങനെയാണ് ആ കത്ത് എഴുതേണ്ട? ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. പ്ലേസ്, ഡേറ്റ് അവിടെ എഴുതണം. പിന്നെ ആർക്കാണോ അയക്കുന്നത്, നമ്മൾ ആ ബോയ്ക്കാണ് അയക്കുന്നത്. ഡിയർ ഫ്രണ്ട് എന്ന് വെച്ച് വേണമെങ്കിൽ കൊടുക്കാം, കാരണം ഇപ്പോൾ ബോയ് വലുതായില്ലേ, അല്ലെങ്കിൽ പേര് കൊടുക്കാം. അല്ല 3 പാരഗ്രാഫ് ആക്കിയിട്ട് എഴുതണം. ആദ്യത്തെ പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷനിൽ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ ആം റൈറ്റിംഗ് ദിസ് ടു എക്സ്പ്രസ് മൈ ഹാപ്പിനെസ് ഓൺ ഹിയറിംഗ് അബൌട്ട് യുവർ അച്ചീവ്മെൻറ്റ്. അതാണ് ഇൻട്രൊഡക്ഷൻ. കാരണം അച്ചീവ്മെൻറ്റ്, കാരണം ഹാർട്ടി കൺഗ്രാജുലേഷൻസ്, നമ്മൾ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് ലെറ്റർ അയക്കുന്നത്, അല്ലേ? ഐ റെഡ് all the details of your art exhibition in the papers today. I must say it is instead a spectacular. പിന്നെ ഇനി അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത്. ഐ റീഡ് അബൌട്ട് യുവർ ഗ്രോത്ത് ആൻഡ് ആർട്ടിസ്റ്റ്. അങ്ങനെ 3 പാരഗ്രാഫ് ആക്കിയിട്ടാണ് എഴുതുക. ലാസ്റ്റ് ഐ വിഷ് യു ലക്ക് ഇൻ ഓൾ യുവർ ഫ്യൂച്ചർ എൻഡീവേഴ്സ്. കൺഗ്രാജുലേഷൻസ് വൺസ് അഗെയിൻ. ലാസ്റ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം. യുവേഴ്സ് ലവിംഗ്ലി നെയിം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഓക്കെ, ഇതിനാണ് ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ്. ആക്ടിവിറ്റി 2-ൻ്റെ ആൻസർ. ആക്ടിവിറ്റി 3 ആണ്. സ്റ്റഡി ദ വേർഡ് വെബ് ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് വേർഡ് വെബ് തന്നിട്ടുണ്ട്. ദ വെബ് ഷോസ് സം ക്ലൂസ് റിലേറ്റഡ് ടു ദ സ്റ്റോറി ആൻഡ് ഈസ് ക്യാരക്ടർ. ഇവിടെ ഈ സ്റ്റോറിയും അതിലെ ക്യാരക്ടറുമായിട്ടുള്ള കുറച്ച് ക്ലൂസാണ്, ഹിൻസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് വെച്ച് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കണം. അതായത് ബോയിയുടെ സ്വഭാവ സവിശേഷതകൾ തന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ദ ബോയ് ലവ്സ് ഹിസ് സിസ്റ്റർ വെരി മച്ച്. അതായത് സീംസ് ടു ഹിയർ ദ വോയിസ് ഓഫ് എ ഡെഡ് സിസ്റ്റർ, നോട്ട് എ കോൺഫിഡൻറ്റ് ഇൻ ദി ബിഗിനിങ്. ഓഡിയൻസ് പ്രൈസ്ഡ് ഹിസ് പിക്ചർ. പിന്നെ ഗോഡ് സ്ട്രേഞ്ച് പവർ, എൻകറേജ്മെൻറ്റ് ഫ്രം ഹിസ് സിസ്റ്റർ, ലേറ്റർ ബിക്കം കോൺഫിഡൻറ്റ് ആർട്ടിസ്റ്റ്, സ്ട്രോങ് ഫീലിംഗ് അബൌട്ട് ഹിസ് സിസ്റ്റർ. അപ്പോൾ ആദ്യം തന്നെ ദ ബോയ് ഈസ് ദ മെയിൻ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്, ഹി ലവ്സ് ഹിസ് സിസ്റ്റർ വെരി മച്ച്. അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നും അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ സെൻറ്റൻസ് ആക്കി എഴുതി കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ സിസ്റ്ററിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് എഴുതണം. ഇവിടെ ലിറ്റിൽ സിസ്റ്ററിന് മാത്രമേ തന്നിട്ടുള്ളൂ. ലിറ്റിൽ സിസ്റ്ററിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്? ഫസ്റ്റ് പ്ലേസ് എ ഡോമിനൻ്റ് റോൾ. ശരിക്കും ലിറ്റിൽ സിസ്റ്റർക്കാണ് ഒരു ഡോമിനൻ്റ് റോൾ ഇവിടെ ഉള്ളത്. പിന്നെ പോർട്രേറ്റ് ആസ് എ മെച്യൂർ പേഴ്സൺ, അല്ലേ? ശരിക്കും നല്ലൊരു മെച്യൂറായിട്ടാണ് അവർ പെരുമാറുന്നത്. കോംപ്രഹെൻസീവ് ആൻഡ് പോസിറ്റീവ് ഔട്ട്ലുക്കാണ് സിസ്റ്റർക്കുള്ളത്. എൻകറേജസ് ഹർ ബ്രദർ, എപ്പോഴും ബ്രദറിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പിന്നെ ട്രൈ ടു ബിൽഡ് അപ്പ് ഹിസ് കോൺഫിഡൻസ്, അവന് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഡിസ്പ്ലേസ് എ റയർ സ്ട്രെങ്ത് ആസ് എ ക്യാരക്ടർ, ശരിക്കും ഒരു അപൂർവ ശക്തിയാണ്, അല്ലേ, ഇവിടെ ആ ക്യാരക്ടർ എന്നുള്ളതിൽ. ഷീ ഹാസ് എ സ്ട്രോങ് ആൻഡ് ലവിങ് റിലേഷൻഷിപ്പ് വിത്ത് എ ബ്രദർ, അവർ തമ്മിലുള്ള ആ ഒരു ലവിങ് ആൻഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ പങ്കുവയ്ക്കുന്നതാണ്. ഇനി അതിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഇതുപോലെ തന്നെ. ലിറ്റിൽ ഗേൾ പ്ലേസ് എ ഡോമിനൻ്റ് റോൾ ഇൻ ദ സ്റ്റോറി ദ ലൈറ്റ് ഓൺ ദ ഹിൽസ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ മിസ് ലൂസി.
Mrs. Lucy Clifford. In spite of being the younger of the two siblings, the girl is portrayed as a very mature person with a comprehensive and positive outlook towards life. The girl encourages her brother to paint the picture, saying, "It will make people happy to look at it." She tries to build up his confidence by pointing out to him, "If you do your work with dedication and honesty, people will know how hard you have tried." അപ്പം അവൾ പറഞ്ഞ ഓരോ വാക്കാണ്. കാരണം വളരെ ഡെഡിക്കേഷനോടും ആത്മാർത്ഥതയോടും കൂടി ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ അത് തിരിച്ചറിയുക തന്നെ ചെയ്യുന്നു. അതിൻ്റെ പിന്നിൽ അധ്വാനിച്ചിരിക്കുന്ന ആ ഒരു ഇത് ശരിക്കും അവർ തിരിച്ചറിയും. നോട്ട് ഓൺലി ഡസ് ഷീ ഡിസ്പ്ലേ ആർ എ സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ ആൻഡ് കോൺഫിഡൻസ് ബട്ട് ട്രൈ ടു ഇൻസ്റ്റിൽ ഇറ്റ് ഇൻ ഹെർ ബ്രദേഴ്സ് ഓൾസോ. അവൾ കോൺഫിഡൻസ് മാത്രമല്ല, അത് ബ്രദറിനെ കൂടി കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഷീ ടെൽസ് ഹിം ദാറ്റ് ഇഫ് ഹി വാണ്ട്സ് ടു ബി ബെസ്റ്റ് ദാൻ he has to do it for the people whom he loves. That will help him to endure everything and enable him to move forward. She shares strong and loving relationship with her brother and remains as a constant source of inspiration even after her death. മരണശേഷം അവൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ആരായിരുന്നു? അവൻ്റെ ലിറ്റിൽ ഗേൾ, അതായത് ലിറ്റിൽ സിസ്റ്റർ ആയിരുന്നു. ഇതാണ് ലൂസി, ലിറ്റിൽ സിസ്റ്ററുടെ ക്യാരക്ടർ സ്കെച്ച്. ലൂസി ക്ലിഫോർഡ് എന്ന കഥാപാത്രത്തിൽ എന്ന റൈറ്റർ സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, അപ്പോൾ ഇനി ആക്ടിവിറ്റി 4 നോക്കാം കേട്ടോ. അപ്പോൾ ഈ ആക്ടിവിറ്റി 4 ഇപ്പോൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ എബവ് സെൻറ്റൻസസ് ആർ ആക്ഷൻ വേർഡ്സ്. അപ്പോൾ ഇങ്ങനത്തെ വേർഡ്സിനാണ് നമ്മൾ ആക്ഷൻ വേർഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഇൻ ദ പാസ്റ്റ് ടെൻസ് ഫോം അല്ലേ. അപ്പോൾ വെൻറ്റ് എന്നുള്ളതിൻ്റെ 3 ഫോം ഏതൊക്കെയാണ്? ഗോ, വെൻറ്റ്, ഗോൺ. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റാൻഡ്, സ്റ്റുഡ്, സ്റ്റുഡാണ്. പെയിൻറ്റ്, പെയിൻറ്റഡ്, പെയിൻറ്റഡ്. ഇനി റീഡ് ദ ടെക്സ്റ്റ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആക്ഷൻ ഹൗ ദ ആക്ഷൻ വേർഡ്സ് മേക്ക് ദെയർ പാസ്റ്റ് ഫോംസ് ഫ്രം ദ റൂട്ട് വേർഡ്. അപ്പോൾ ഇനി അടുത്തത് ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കുറച്ച് വേർബ്സ് അല്ലെങ്കിൽ ആക്ഷൻ വേർഡ് കണ്ടുപിടിക്കണം. അതിൻ്റെ റൂട്ട് വേർഡ് എങ്ങനെയാണ് നോക്കണം. ഡു യു സീ എനി ഫിക്സഡ് പാറ്റേൺ ഇൻ ഫോമിങ് ദ പാസ്റ്റ് ഇൻ ദ കേസ് ഓഫ് എ മെജോറിറ്റി ഓഫ് വേർഡ്സ്? നോക്കുക, വാട്ട് ഡു യു കോൾ സച്ച് എ വേർഡ്സ്. ഇനി ഇതുപോലത്തെ വേർഡ്സിന് നമ്മൾ എന്ത് പേരാണ് കൊടുക്കുക, അതല്ലെങ്കിൽ ഇതിനെന്താണ് പറയുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മെജോറിറ്റി ഓഫ് വേർബ്സ് ഫോം ദെയർ സിമ്പിൾ പാസ്റ്റ് ഫോംസ് ബൈ ആഡിങ് ഡി ഓർ ഇ ഡി ടു ദെയർ റൂട്ട് ഫോം. സച്ച് വേർബ്സ് ആർ കോൾഡ് റെഗുലർ വേർബ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, റെഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് ഫോമിൻ്റെ കൂടെ ബൈ ആഡിങ് ഡി ഓർ ഇ ഡി, ഡിയോ അതല്ലെങ്കിൽ ഇ ഡിയോ ചേർക്കുന്നതിനാണ് എന്ത് പറയുന്നത്? റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾസാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏതൊക്കെ നോക്കിയേ? പെയിൻറ്റ്, അതിൻ്റെ ഇ ഡി ഫോം പെയിൻറ്റഡ്, ആൻസേർഡ്, റെസ്റ്റ്, റിപ്പിൾ ആൻഡ് റിപ്പിൾഡ്. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, അതൊക്കെ എഴുതി വെക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ എഴുതി വെക്കുക. പെയിൻറ്റ് എന്നുള്ളതിൻ്റെ ഇ ഡി ഫോം, ആൻസേർഡ്. അപ്പോൾ ഇ ഡി ഫോം വരുന്നതിന് റെഗുലർ വേർബ്സ് എന്ന് പറയുന്നു. ഇനി അടുത്തത് വരുന്നത് ഏതാണ്? The verbs that forms their simple past form not by adding d or ed. അപ്പോൾ സിമ്പിൾ പാസ്റ്റിൽ ഇ ഡി ഓർ അല്ലെങ്കിൽ ഡിയോ ചേർക്കാത്തതിന് നമ്മൾ പറയുന്ന പേരാണ് ഇറഗുലർ വേർബ്സ് എന്നുള്ളത്. അതിന് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. സേ, സെഡ്, സെഡ്, ഗോ, സ്റ്റാൻഡ്, സ്ട്രൈക്ക്, കം, മേക്ക്, ഗിവ്, സീക്ക്, തിങ്ക്. ബാക്കിയുള്ളത് ഇതാ വെൻറ്റ്, സ്റ്റുഡ്, സ്ട്രക്ക്, കെയിം, മെയ്ഡ്, ഗേവ്, സോട്ട്, തോട്ട്, ടീച്ച്. അതൊക്കെ ഒരുപാട് വേർഡ്സ് ഉണ്ട് കേട്ടോ റെഗുലർ വേർബ്സ്. ഡിക്ഷണറി നോക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ ഇതും കൂടെ അതിൽ നോക്കി എഴുതി വയ്ക്കുക. ആൻസർ, എക്കോ, എക്കോയിഡ്, ആസ്ക്ഡ്, റെസ്റ്റഡ്. റെഗുലർ വേർബ്സും ഇറഗുലർ വേർബ്സിനും തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ നേരെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി ഐ വിൽ മേക്ക് ദം അൺഹാപ്പി. ഇവിടെ ബോൾഡ് ആയിട്ടുള്ള വേർഡ്സ് ഏതാണ്? അൺഹാപ്പിയാണ് തന്നിട്ടുള്ളത് അല്ലേ. ദെൻ ഇറ്റ് ഈസ് എ സിൻ ടു ഡു എനിത്തിങ് വിച്ച് മൈറ്റ് റെപ്രസെൻറ്റ് ദ വേൾഡ് ഇംപെർഫെക്റ്റ്ലി. ഇവിടെ ഏതാണ്? ഇംപെർഫെക്റ്റ്ലിയാണ് തന്നിട്ടുള്ളത്. ദ അണ്ടർലൈൻഡ് വേർഡ്സ് ടേക്ക് പ്രിഫിക്സസ്. ഇവിടെ അണ്ടർലൈൻഡ് വേർഡ്സിന് പറയുന്നത് അൺ എന്നുള്ളതും
അതുപോലെ തന്നെ ഇം എന്നുള്ളതും പ്രിഫിക്സാണ്. നേരത്തെ ഈ ഹാപ്പി എന്നുള്ള റൂട്ട് വേർഡിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ്സിനാണ് അണ്ണ് അല്ലേ, ഇതിനാണെന്ന് പറയുക പ്രിഫിക്സ്. ഈ പ്രീ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രീ എന്ന് പറഞ്ഞാൽ ബിഫോറാണ്, പ്രീ ഡിഗ്രി ഒക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പ്രീ എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നാണ് അർത്ഥം. അപ്പോൾ റൂട്ട് വേർഡിൻ്റെ മുമ്പ് ഉപയോഗിക്കുന്ന വേർഡ്സിനാണെന്ന് പറയുന്നത് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിഫിക്സും അതുപോലെ തന്നെ സഫിക്സും ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. സഫിക്സ് പറഞ്ഞാൽ ശേഷം ഉപയോഗിക്കുന്നത്, പ്രിഫിക്സ് പറഞ്ഞാൽ മുമ്പ് ഉപയോഗിക്കുന്നത്. ഇനി ദ അണ്ടർലൈൻഡ് വേർഡ്സ് ലൈക്ക് പ്രിഫിക്സസ് അൺ ആൻഡ് ഇം റെസ്പെക്റ്റീവ്ലി ടു ഫോം വേർഡ്സ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദി റൂട്ട് വേർഡ്. ഹാപ്പി എന്നുള്ളതിൻ്റെ റൂട്ട് വേർഡ് എന്നുള്ള ഹാപ്പി എന്നുള്ളതിൻ്റെ വേർഡിൻ്റെ കൂടെ നമ്മൾ ഏത് ഉപയോഗിച്ചു, അൺഹാപ്പി ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റായി അല്ലേ. അപ്പോൾ ഈ ഇവിടെ അതുപോലെ തന്നെ പെർഫെക്റ്റ് എന്നുള്ളതിൻ്റെ കൂടെ ഇംപെർഫെക്റ്റ്, അപ്പോൾ ഐ എം ഉപയോഗിച്ചത് ഓപ്പോസിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ അതർ പ്രിഫിക്സസ് ദാറ്റ് ആർ ഓഫൺ യൂസ്ഡ് ടു ഫോം ദ ആൻറ്റോണിം. ഈ ആൻറ്റോണിംസ് ഓഫ് ദ റൂട്ട് വേർഡ് ഇൻ ആൻഡ് ഡിസ്. ഇന്ന് വെച്ചിട്ട് ഓപ്പോസിറ്റ് ഉണ്ടാക്കണം, ഡിസ് വെച്ചിട്ട് ഓപ്പോസിറ്റ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഈ ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ പുതിയ വേർഡ് നിങ്ങൾ പഠിച്ചതാണ്. ആൻറ്റോണിം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റാണ്. അപ്പം ഏതൊക്കെ വേർഡ് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പോസിറ്റ് ഉണ്ടാക്കേണ്ടത്, അണ്ണ് വെച്ചിട്ടുണ്ടാക്കണം, ഇമ്മ് വെച്ചിട്ടുണ്ടാക്കണം, പിന്നെ അതുപോലെ തന്നെ ഇന്ന് വെച്ചിട്ടുണ്ടാക്കണം, ഡിസ് വെച്ചിട്ടുണ്ടാക്കണം. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മിസ് വെച്ചിട്ടുണ്ടാക്കണം. ഇതൊക്കെ വെച്ചിട്ട് ഓപ്പോസിറ്റ് ഉണ്ടാക്കാനാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഇൻ ഡിസ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് റൂട്ട് വേർഡ്സ് ആൻഡ് ദെയർ ആൻറ്റോണിംസ് യൂസിങ് ദ പ്രിഫിക്സസ് മെൻഷൻഡ് എബവ്. റൈറ്റ് ലിസ്റ്റ് 5 വേർഡ്സ് വിത്ത് ഈച്ച് പ്രിഫിക്സ്. അപ്പോൾ ഓരോ പ്രിഫിക്സും വെച്ചിട്ട് നമ്മൾ 5 വേർഡെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാം, കാരണം 1 2 3 4 5 വേർഡ്സിൻ്റെ ലൈൻസ് അവിടെ തന്നിട്ടുണ്ട്. ആ 5 ലൈൻസിൽ നിങ്ങൾ ഹെഡിങ് ഇങ്ങനെ കൊടുക്കുക. ഇവിടെ അണ്ണ് വെച്ചിട്ടാണെങ്കിൽ അണ്ണെന്നുള്ള ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് അൺഹാപ്പിയോട് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ ബാക്കിയുള്ള വേർഡ്സ് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇന്ന് വെച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എത്ര കോളാണോ തന്നിരിക്കുന്നത് ആ കോളത്തിനനുസരിച്ച് നമ്മളവിടെ എഴുതി കൊടുക്കണം. പിന്നെ ഏതായിരുന്നു, അണ്ണ്, ഇന്ന്, ഇമ്മ്, പിന്നെ അതുപോലെ ഡിസ് അല്ലേ. ആ 4 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് എഴുതി വെക്കാം. ഓക്കെ, ഇവിടെ നോക്കി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലക്കി കണ്ടോ, അണ്ണ് വെച്ചിട്ടുള്ളതാണ് ഓപ്പോസിറ്റ് അൺലക്കി. ലോക്ക് എന്നുള്ള അൺലോക്ക്, കൈൻഡ് എന്നുള്ള അൺകൈൻഡ്. 3 എണ്ണം കിട്ടിയില്ലേ. സെക്യൂർ, ഇൻസെക്യൂർ, ഇന്ന് വെച്ചിട്ടുമായി. കറക്റ്റ്, ഇൻകറക്റ്റ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഡിസിപ്ലിൻ, ഇൻഡിസിപ്ലിൻ കേട്ടോ. ഇനി ഇമ്മ് വെച്ചിട്ട് പ്രോപ്പർ, ഇംപ്രോപ്പർ, പെർഫെക്റ്റ്, ഇംപെർഫെക്റ്റ്, ബാലൻസ്, ഇംബാലൻസ്, പേഷ്യൻറ്റ്, ഇംപേഷ്യൻറ്റ്, പ്രൊഫൈൽ, പൊളൈറ്റ്, ഇംപൊളൈറ്റ്, അപ്പിയർ, ഡിസപ്പിയർ. ഇത്രയും വേർഡ്സ് നിങ്ങൾ എഴുതി വയ്ക്കുക. ക്വാളിഫൈ, ഡിസ്ക്വാളിഫൈ, അപ്രൂവ്, ഡിസപ്രൂവ്, കണക്റ്റ്, ഡിസ്കണക്റ്റ്. അതിൽ എഴുതാൻ പറ്റുന്ന വേർഡ്സ് നിങ്ങൾ എഴുതുക. ഇനി അതല്ലാതെ നമുക്ക് വേറെ വേർഡ്സ് ഉണ്ടോയെന്ന് നോക്കാം. ഇതാ അൺ വെച്ചിട്ട് അൺഇമ്പോർട്ടൻറ്റ്, അൺഫെയർ, അൺയൂഷ്വൽ. അപ്പോൾ അതിൽ കൊടുക്കാത്ത 5 വേർഡ് നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇതിന്നും കൂടി സെലക്ട് ചെയ്യുക. ഇമ്മ് വെച്ചിട്ട് അതുപോലെ തന്നെ 5 വേർഡ് സെലക്ട് ചെയ്യണം. ഇമ്മച്യൂർ, ഇമ്പോസിബിൾ, ഇമ്മോർട്ടൽ. ഇനി നോട്ട് വെച്ചിട്ട്, അതായത് ഇന്ന് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്, നോട്ട്. ഇൻസെക്യൂർ, ഇൻഅപ്രോപ്രിയേറ്റ്, ഇൻകറക്റ്റ്. ഡിസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്, ഡിസ്ക്വാളിഫൈ, ഡിസേബിൾ, ഡിസപ്രൂവ്. ആൻറ്റി എന്നുള്ളത് വേറൊരു വേർഡാണ് കേട്ടോ. ആൻറ്റി സോഷ്യൽ, ആൻറ്റി ഗ്രാവിറ്റി, അതുപോലെ തന്നെ ആൻറ്റിബയോട്ടിക്. കോ പറഞ്ഞാൽ വിത്താണ്. കോ വർക്കർ, കോ പൈലറ്റ്, കോ എക്സിസ്റ്റ്, കോ സൈൻ. അതൊരിക്കലും ഓപ്പോസിറ്റ് അല്ല, എന്നാലും മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി, എക്സ്ട്രാ ടെറസ്ട്രിയൽ, എക്സ്ട്രാ കരിക്കുലർ, അതും ഓപ്പോസിറ്റ് അല്ല. പിന്നെ ഫോർ എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നർത്ഥം വരുന്നതാണ്. ഫോർകാസ്റ്റ്, ഫോർ ഹെഡ്, ഫോർവേഡ്, ഫോർമോസ്റ്റ്. ബിഫോർ എന്നർത്ഥമുണ്ട്, അതിന് മുമ്പ്. ഫോർകാസ്റ്റ് ചെയ്യുക, ടെലികാസ്റ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ. പിന്നെ മിസ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് പറയുന്നതാണ്. മിസ്റ്റേക്ക്, തെറ്റുന്നതിനല്ലേ. മിസ് അണ്ടർസ്റ്റാൻഡ്, തെറ്റിദ്ധരിക്കുക. മിസ് ഇൻറ്ററപ്റ്റ്, ഇടയിൽ കയറി പറയുക. അപ്പോൾ ഇതിന്ന് നമുക്ക് അവിടെ എഴുതാൻ പറ്റിയ വേർഡ്സ് നിങ്ങൾ ഓപ്പോസിറ്റായിട്ട് വരുന്നത് മാത്രം അത് എടുത്തെഴുതുക കേട്ടോ. ഇതിൽ ആൻറ്റി വെച്ചിട്ട് ഓപ്പോസിറ്റാണ്. ഇവിടെ ഞങ്ങളുടെ കോ, എക്സ്ട്രാ, ഫോർ, ഇത് ഓപ്പോസിറ്റ് അല്ല. അണ്ടർസ്റ്റാൻഡ് ഓപ്പോസിറ്റ്, മിസ് അണ്ടർസ്റ്റാൻഡ്, തെറ്റിദ്ധരിക്കുന്നതും വ്യത്യാസമുണ്ട് കേട്ടോ. മനസ്സിലാവലും മനസ്സിലാവായലും. അപ്പോൾ ഇവിടം വരെ എന്തില്ല, ഓപ്പോസിറ്റ് അല്ല. ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതും ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക. ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ആക്ടിവിറ്റിയും കൂടെ നോക്കാം. ലുക്ക് അറ്റ് ദ ആക്ടിവിറ്റി 1. ലെറ്റ് us സ്പീക്ക്. പേജ് നമ്പർ 94 ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക. The boy in the story says, "If I do it badly, will it make them unhappy?" Every day we engage ourselves in many activities. Some of them make the people around us happy, while some others may make them happy. ഈ സ്റ്റോറിയിൽ
കുട്ടി പറയുന്നതാണ്, ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി, ഇത് ഞാൻ മോശമായിട്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി, അത് അവരെന്താക്കി മാറ്റും? അൺഹാപ്പി ആക്കി മാറ്റും. ഈ സെൻറ്റൻസിനകത്ത് നിങ്ങൾ കണ്ടോ, ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി വിൽ ഇറ്റ് മേക്ക് ദം അൺഹാപ്പി. ഈ ഒരൊറ്റ സെൻറ്റൻസാണ്. ഈ സെൻറ്റൻസ് ഒരു കോമയിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി, ഞാനത് മോശമായി ചെയ്യുകയാണെങ്കിൽ വിൽ ഇറ്റ് മേക്ക് ദം ഹാപ്പി, അൺഹാപ്പി, അത് അവരെ അൺഹാപ്പി ആക്കും എന്നുള്ള ഒരു സെൻറ്റൻസ് കോമയിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. ഇനി അപ്പോൾ എവറി ഡേ വി എൻഗേജ് അവർ സെൽഫ്സ് ഇൻ മെനി ആക്ടിവിറ്റീസ്, ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസിൽ നമ്മൾ ഡെയിലി എൻഗേജ്ഡ് ആണ്. സം ഓഫ് ദം മേക്ക് ദ പീപ്പിൾ അറൗണ്ട് അസ് ഹാപ്പി, അത് നമ്മളുടെ ചില ആക്ടിവിറ്റീസ് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കും, നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കും. വൈൽ സം അതേഴ്സ് മേക്ക് ദം അൺഹാപ്പി, ചില ആൾക്കാരത് അൺഹാപ്പി ആക്കി മാറ്റും. സിറ്റ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കസ് ദ കൈൻഡ് ഓഫ് തിങ്സ് യു ഹാവ് ഡൺ ദാറ്റ് മേഡ് യുവർ പാരൻസ്, ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് ഹാപ്പി ഓർ അൺഹാപ്പി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മളെ പാരൻസിനെയും ഫ്രണ്ട്സിനെയും അതുപോലെ ടീച്ചേഴ്സിനെയും ഹാപ്പി ആക്കുന്നതോ അൺഹാപ്പി ആക്കുന്നതോ ആയിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ എഴുതി വെക്കണം. അത് എഴുതി വെക്കേണ്ട രീതിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. മൈ പാരൻസ് വേർ ഹാപ്പി, എൻ്റെ പാരൻസ് സന്തോഷവാന്മാരാകുമായിരുന്നു. എങ്ങനെയാണെങ്കിൽ വെൻ ഐ വെച്ചിട്ടാണ് സെൻറ്റൻസ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? വെൻ ഐ. എങ്ങനെ നമ്മളെ പാരൻസിനെ സന്തോഷിപ്പിക്കാനുള്ള വഴി എങ്ങനെയാണ്? വെൻ ഐ ബിഹേവ്ഡ് നൈസ്ലി. അപ്പോൾ അവരോട് നല്ല രീതിക്ക് പെരുമാറുകയാണെങ്കിൽ, വെൻ ഐ ബിഹേവ്ഡ് നൈസ്ലി, നല്ല രീതിക്ക് പെരുമാറുകയാണെങ്കിൽ അവരെന്താവും? സന്തോഷവാന്മാരാവും. അതുപോലെ തന്നെ ദേ ഗോട്ട് അനോയിഡ്, അവർ ദേഷ്യം പിടിക്കും. എങ്ങനെയാണെങ്കിൽ വെൻ ഐ ഡിസ്ഒബെയ്ഡ് ദം, അവരോട് അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ അവർ അൺഹാപ്പി, അല്ലെങ്കിൽ അൺഹാപ്പി അനോയിഡ് ആവും, എന്നോട് ദേഷ്യം പിടിക്കുക. ഇനി അതുപോലെ മൂന്നാമത്തെ ഒരു സെൻറ്റൻസ് എഴുതണം. അത് നമുക്ക് പാരൻസിന് എഴുതാം, ഫ്രണ്ട്സിന് എഴുതാം, അതല്ലെങ്കിൽ ടീച്ചേഴ്സിന് എഴുതാം, ആരെ വേണമെങ്കിലും എഴുതാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സെൻറ്റൻസിനകത്ത് 2 ക്ലോസ് ആണുള്ളത്. മൈ പാരൻസ് വേർ ഹാപ്പി, ഇതുവരെ ഒന്നുള്ള എൻ്റെ പാരൻസ് ആകുമായിരുന്നു വരെയുള്ളതെന്ന്. പിന്നെ വെൻ ഐ ബിഹേവ്ഡ് നൈസ്ലി, ഞങ്ങൾ അവരോട് നല്ലപോലെ പെരുമാറുമ്പോൾ എന്നാണ് പറഞ്ഞത്. ഈ വെൻ ഐ ബിഹേവ്ഡ് നൈസ്ലി എന്ന് പറയുന്ന സെൻറ്റൻസ് വെച്ചാണ് നമ്മൾ ഇത് തുടങ്ങുന്നതെങ്കിൽ നമ്മൾ കോമ ഇട്ടിട്ടാണ് തുടങ്ങേണ്ടത്. ഇപ്പോൾ ഇഫ് ഐ ഡു ഇറ്റ് എന്ന് കണ്ടില്ലേ, അതുപോലെ വെൻ ഐ വെച്ച് സെൻറ്റൻസ് തുടങ്ങാം. അപ്പോൾ ഇത് ആദ്യത്തതിന് നമുക്ക് വെൻ ക്ലോസ് എന്ന് പറയാം. 2 ക്ലോസാണ് ഇതിനകത്തുള്ളത്. ഇഫ് ഐ ഡു ഇറ്റ് ബാഡ്ലി ഐ വിൽ മേക്ക് ദം അൺഹാപ്പി എന്ന് പറയുന്ന ഈ സെൻറ്റൻസിനകത്ത് 2 ക്ലോസ് ഉണ്ട്. ഈ ക്ലോസ് എന്ന് പറയുന്നത്, ആദ്യത്തെ ക്ലോസ് സബോർഡിനേറ്റീവ് ക്ലോസും രണ്ടാമത്തത് മെയിൻ ക്ലോസും ആണ് പറയാം. അപ്പോൾ ഇവിടെ മൈ പാരൻസ് വെർ ഹാപ്പി എന്ന് പറഞ്ഞ മെയിൻ ക്ലോസ് ആണ്, സന്തോഷവാന്മാരായി. പക്ഷേ ഇവിടെ വെൻ ഐ ബിഹേവ്ഡ് നൈസ്ലി എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? ഒരു വെൻ ക്ലോസ് ആണ്. വെൻ ക്ലോസ് സബോർഡിനേറ്റീവ് ക്ലോസ് ആണ്. ഇത് നമുക്ക് വെന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ വരിക, അത് കോമ ഇട്ടിട്ട് വേണം എഴുതാൻ. അതെല്ലാത്തിലും നമുക്ക് കോമ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ സെൻറ്റൻസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതാം. ഇനി അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കി നോക്കിയേ. ഇപ്പോൾ 2 വെൻ മൈ പാരൻസ് വെർ ഹാപ്പി, വെൻ ഐ ബിഹേവ്ഡ് നൈസ്ലി, ദേ ഗോട്ട് അനോയിഡ്, വെൻ ഐ ഡിസ്ഒബെയ്ഡ് ദം അല്ലേ, അവരെ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കാം. പിന്നെ അതുപോലെ തന്നെ വീണ്ടും നമുക്കറിയാം മൈ ഫ്രണ്ട്സ് വേർ ഹാപ്പി അല്ലേ, മൈ ഫ്രണ്ട്സ് വേർ ഹാപ്പി വെൻ ഐ എങ്ങനെയാണെങ്കിൽ ഹെൽപ്പ് ദം, വെൻ ഐ ഹെൽപ്പ്ഡ് ദം, അവരെ സഹായിക്കുകയാണെങ്കിൽ അവർ ഹെൽപ്പ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും എങ്ങനെയാണ്? ഇവിടെ വേറാണ് തന്നിരിക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. ഇവിടെ അനോയിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളപ്പുറത്തും എന്ത് ചെയ്തു? ഡിസ്ഒബെയ്ഡ് എന്ന് കൊടുത്തു. ഇവിടെ വേർ ഹാപ്പി എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ക്ലോസ് എന്ത് ചെയ്യണം? അതിൻ്റെ ടെൻസും നമ്മൾ പാസ്റ്റ് ടെൻസ് തന്നെ കൊടുക്കണം. നിങ്ങൾ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, മൈ പാരൻസ് വെർ ഹാപ്പി വെൻ ഐ ടോൾഡ് ദം ദാറ്റ് ഐ ഹെൽപ്ഡ് എ ബ്ലൈൻഡ് മാൻ. അപ്പോൾ ഞാൻ പാരൻസിനോട് ഒരു ബ്ലൈൻഡ് മാനെ സഹായിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവർ ഹാപ്പിയായി എന്ന് പറഞ്ഞു. ദേ ഗോട്ട് അനോയിഡ് വെൻ ഐ ഇൻഫോംഡ് ദം ദാറ്റ് ഐ ഫെയിൽഡ് ഇൻ ദ ടെസ്റ്റ്. ഞാൻ പരീക്ഷയിൽ തോറ്റു എന്ന് പറഞ്ഞപ്പോൾ അവർ
ദേഷ്യം പിടിച്ചു അല്ലേ. വെൻ ഐ ഇൻഫോംഡ് ഇത് നമുക്കതാ അനോയ്ഡ് കണ്ട് ഇൻഫോംഡ്, ഫെയിൽഡ്, ഇതൊക്കെ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മൈ ബ്രദർ വാസ് ഹാപ്പി, എങ്ങനെ വെൻ ഐ റിമൈൻഡഡ് ഹിം അബൌട്ട് ഹിസ് ബർത്ത്ഡേ, അവൻ്റെ ബർത്ത്ഡേ അറിയിച്ചപ്പോൾ അവന് ഹാപ്പിയായി എന്ന് പറഞ്ഞു. ഇനി വെന്ന് വെച്ചിട്ടാണ് ക്ലോസ് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, വെൻ ഐ ഇൻഫോംഡ് മൈ ടീച്ചർ ദാറ്റ് ഐ ഡിഡ് നോട്ട് കംപ്ലീറ്റ് ദ ഹോംവർക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ടീച്ചറിനെ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് അറിയിച്ചപ്പോൾ അവിടെ കഴിഞ്ഞു കോമ, ഷീ വാസ് വെരി ഹാങ്ക്രി, അവൾക്ക് വളരെയധികം ദേഷ്യം വന്നു. അപ്പോൾ ഇതാണ് 3 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. വെൻ ക്ലോസും തന്നിട്ടുണ്ട്, അതിൻ്റെ മെയിൻ ക്ലോസും തന്നിട്ടുണ്ട്. ഇങ്ങനെ മെയിൻ ക്ലോസ് തരികയാണെങ്കിൽ നമുക്കതിനകത്ത് എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കോമ ഇല്ലാതെ തന്നെ എഴുതാം. പക്ഷേ വെന്നാണ് ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യേണ്ടി വരും, കോമ ആക്കിയിട്ട് തന്നെ എഴുതി വെക്കേണ്ടി വരും. അപ്പോൾ കോമ ഉപയോഗിച്ചത് കണ്ടല്ലോ, ഇവിടെ കംപ്ലീറ്റ് ദ ഹോംവർക്ക് എന്ന് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കോമ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ഷി വാസ് വെരി ആംഗ്രി എന്നാണ് തന്നിട്ടുള്ളത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ വെൻ ആദ്യത്തെ ക്ലോസിൽ ഏത് ടെൻസാണോ ഉപയോഗിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ക്ലോസിലും ഉപയോഗിക്കേണ്ടത്. വേറൊരു എക്സാമ്പിൾസ് ഇതാണ്, മൈ പാരൻസ് വെർ ഹാപ്പി വെൻ ഐ ട്രീറ്റഡ്, കേട്ടോ, വേർ പാരൻസ് വെർ ഹാപ്പി ട്രീറ്റഡ് മൈ ഗ്രാൻഡ് മദർ ലവിംഗ്ലി. ഏത് എക്സാമ്പിൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. എങ്കിൽ വെൻ ഐ ഗോട്ട് എ ഗുഡ് മാർക്ക് എന്ന് വേണമെങ്കിൽ ഇത് ഹാപ്പി, പാരൻസിനെ ഹാപ്പി ആക്കുന്നതിന് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷെ എന്ത് ഉപയോഗിക്കണം, വെൻ ഉപയോഗിച്ചിട്ട് എഴുതുക. ഇവിടെ വേറായത് കാരണം നമ്മൾ അതിൻ്റെ അടുത്ത് ഉപയോഗിക്കുന്ന വെർബും എന്തായിരിക്കണം, V2-ലായിരിക്കണം എന്ന് മാത്രം. പിന്നെ ദേ ഗോട്ട് അനോയ്ഡ്, അവർക്ക് ദേഷ്യം വന്ന എന്താ കാരണം, വെൻ ഐ മിസ്ബിഹേവ്ഡ്, നല്ലതല്ലാത്ത രീതിയിൽ ഗ്രാൻഡ് പാരൻസിനോട് പെരുമാറിയപ്പോൾ അവർക്ക് ദേഷ്യം വന്നു അല്ലേ. അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും എഴുതാം. എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വയ്ക്കാം. ഓക്കെ, അടുത്ത ആക്ടിവിറ്റി നോക്കാം. ലുക്ക് അറ്റ് ദി ആക്ടിവിറ്റി 2. വിസിറ്റ് www.youtube.com and watch 7 Suzuki speech delivered in the UN Earth Summit at Rio de Janeiro. 7 Kelly Suzuki was 12-year-old girl who spoke at the UN Earth Summit at Rio de Janeiro in 1992. Her speech is a touching and encouraging. ഇവിടെ ഒരു യൂട്യൂബ് ലിങ്കാണ് തന്നിരിക്കുന്നത്. ആ യൂട്യൂബ് ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 12 വയസ്സുള്ള പെൺകുട്ടിയുടെ സ്പീച്ച് കേൾക്കാൻ സാധിക്കും. അപ്പോൾ UN എർത്ത് സമ്മിറ്റിൽ അവർ റിയോ ഡി ജനേരിയോ 1992 നടത്തിയ ആ ഒരു UN എർത്ത് സമ്മിറ്റിലാണ് ഈ സ്പീച്ച് നടത്തിയിരിക്കുന്നത്. ആ സ്പീച്ച് ഈസ് വെരി ടച്ചിങ് ആൻഡ് എൻകറേജിങ് ആണ്. ഒരു മോട്ടിവേഷണൽ സ്പീച്ച് ആയിരുന്നു അത് എന്നാണ് പറയുന്നത്. പ്രോത്സാഹിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്പീച്ച്. ലിസൺ ടു എ സ്പീച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് മേക്ക് എർ സ്പീച്ച് ഇൻസ്പയറിങ്. ആ സ്പീച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, എന്തൊക്കെയാണ് അവർ സ്പീച്ചിൽ ആ പെൺകുട്ടി പറയുന്നത് എന്ന് നോക്കുക. യു മേ ഓൾസോ വിസിറ്റ്, അത് കഴിഞ്ഞ് വേറൊരു ലിങ്കും കൂടെ അവിടെ തന്നിട്ടുണ്ട്. ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഫോർ വാച്ചിങ് മോർ ഇൻസ്പയറിങ് സ്പീച്ചസ്, ഇതുപോലെ ഒരുപാട് ഇൻസ്പയറിങ് സ്പീച്ചസ് നിങ്ങൾക്ക് കിട്ടും. ലെറ്റ് ദ ലേണേഴ്സ് ലിസ്റ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് സ്പീച്ച്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ സ്പീച്ചിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ പ്രത്യേകതകൾ നമുക്ക് മാർക്ക് ചെയ്യണം. കണ്ടക്ട് എ ഡിസ്കഷൻ ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് എ സ്പീച്ച്. അപ്പോൾ ഒരു സ്പീച്ചിൻ്റെ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡിസ്കഷൻ തയ്യാറാക്കിയതാണ് താഴെ തന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു യു തിങ്ക് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് സ്പീച്ച്. നന്നായി ശ്രദ്ധിക്കുക, ഒരു നല്ല സ്പീച്ചിന് വേണ്ട ഫീച്ചേഴ്സ്, ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുണ്ട്. എ ഗുഡ് സ്പീച്ച് എപ്പോഴും എങ്ങനെയായിരിക്കണം, ബിഗിൻ വിത്ത് എ സാല്യൂട്ടേഷൻ. നിങ്ങൾക്കറിയാം ഒരു സ്പീച്ച് തുടങ്ങേണ്ടത് നല്ലൊരു സാല്യൂട്ടേഷനോട് കൂടിയാണ്. ദാറ്റ് ഈസ് അഡ്രസ്സിങ് ദ ഓഡിയൻസ്. നിങ്ങൾക്ക് ഒരു സ്കൂൾ അസംബ്ലിയിലാണെങ്കിൽ നമ്മൾ റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയും അല്ലേ. ഒരു പൊതു സദസ്സിലാണെങ്കിൽ നമ്മൾ ഒരു ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, അതാണ് സാല്യൂട്ടേഷൻ എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ ഒരു സ്പീച്ച് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇവിടെ എങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഒരു പൊതു സദസ്സിലാണെങ്കിൽ ഹോണറബിൾ പ്രിൻസിപ്പൽ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് യുവർ ഫ്രണ്ട്സ് അല്ലേ. അതാണ് സാല്യൂട്ടേഷൻ എന്ന് പറഞ്ഞ സാധനം. ഇതാണ് റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അഭിസംബോധന ചെയ്യുക, സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതാണത്. ഇനി രണ്ടാമത്തെ എന്താ വേണ്ടത്, ഇൻക്ലൂഡിങ് കൊട്ടേഷൻസ്. നമുക്ക് ചില സ്പീച്ചുകളിൽ ഇങ്ങനെയായിരിക്കാം, കൊട്ടേഷൻ വെച്ചാണ് തുടങ്ങിയിട്ടുണ്ടാവുക. അതായത് എന്തെങ്കിലും ഒരു നല്ല എവിടുന്നെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ചതായിട്ടുള്ള ലൈൻസോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംഭവം, മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ സ്പീച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അങ്ങനെ ഒരു കോട്ടിങ് ലൈൻ, കലാമിൻ്റെ ഒരു സ്പീച്ചുണ്ട്. ആ സ്പീച്ചിലൊക്കെ ഓരോ കോട്ടിങ് ലൈൻ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള പോയൊക്കെ ചൊല്ലിയിട്ടാണ് തുടങ്ങുക. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്പീച്ച് ചൊല്ലി നോക്കാം. എങ്ങനെയൊക്കെ അല്ല, ഒരു സ്പീച്ച് പറയുമ്പോൾ അതിൻ്റെ കോട്ടിംഗ് ലൈൻ എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഗുഡ് മോർണിംഗ്, ഐ ആം ഹാപ്പി ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ബിഫോർ യു. ദ വെൽ നോൺ അമേരിക്കൻ പോയറ്റ്സ്
മായ ആംഗ്ലോ ഹിസ് ഹാസ് സെഡ്, കണ്ടോ അത് കോട്ടിൻ ലൈൻ ഉപയോഗിച്ചിരിക്കുന്നത്. നത്തിങ് വിൽ വർക്ക് അൺലെസ് യു ഡു. നമ്മൾ ഒരു വർക്കും ചെയ്യാതെ ഒന്നും ആവില്ല എന്നാണ് പറഞ്ഞത്. കണ്ടോ, എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ വർക്ക് ചെയ്യണം. ചെയ്യുന്നത് വരുന്ന ഒരു കോട്ടിംഗ് ലൈനാണ്. അപ്പോൾ ആരെങ്കിലും പറഞ്ഞിരിക്കുന്നതായിട്ട് ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ കോട്ടിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്, ആ സ്പീച്ചിൽ സ്റ്റോറീസ് ഉൾപ്പെടുത്താം, അതുപോലെ തന്നെ അനക്ഡോട്ട് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞാൽ. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും കഥകൾ, അത് നല്ല മെസ്സേജുള്ള കഥകളായിരിക്കണം, അത് ഉൾപ്പെടുത്താം. പിന്നെ യൂസസ് ഹ്യൂമർ, ഇടയ്ക്കിടയ്ക്ക് തമാശകൾ പറയാം, ഫണ്ണി ആയിരിക്കണം സ്പീച്ച്. പിന്നെ വി ഹാവ് എ ബിഗിനിങ്, മിഡിൽ ആൻഡ് എൻഡ്. സ്പീച്ചിങ്ങിന് എപ്പോഴും ബിഗിനിങ് ഉണ്ടായിരിക്കണം, മിഡിൽ ഉണ്ടായിരിക്കണം, എൻഡിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ സ്പീച്ചിൻ്റെ തുടക്കം നമുക്ക് പറയാം, ഒരു അഡ്രസ്സ് ചെയ്യുമ്പോൾ ഗുഡ് മോർണിംഗ് അല്ലേ, ഐ ആം സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് കൊണ്ടാണ് ബിഗിനിങ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിൻ്റെ മിഡിലും കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. കൺക്ലൂഷനും നമുക്ക് എന്ത് ചെയ്യണം, താങ്ക് യു, അതുപോലെ തന്നെ മെസ്സേജോട് കൂടിയാണ് കൺക്ലൂഡ് ചെയ്യുക. വിൽ ഹാവ് എ പ്രോപ്പർ ഓർഗനൈസ്ഡ് ഐഡിയാസ്. ഇവിടുന്ന് എടുത്ത് ഓരോന്ന് വാരിപ്പെറുക്കി പറയാതെ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയാസ് ഉണ്ടായിരിക്കണം. വിൽ ഹാവ് ഐഡിയാസ് സപ്പോർട്ടഡ് വിത്ത് ഡീറ്റെയിൽസ് ആൻഡ് എക്സാമ്പിൾസ്. നമ്മുടെ കയ്യിലുള്ള ഐഡിയാസ് നമ്മൾ പറയുമ്പം അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, വിത്ത് എക്സാമ്പിൾസോട് കൂടി ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിക്ക് പറയാം. ദെൻ ഈസ് വൺ വിച്ച് സ്പീക്കർ യൂസസ് അപ്രോപ്രിയേറ്റ് ബോഡി ലാംഗ്വേജ്. പിന്നെ സ്പീച്ച്, അതായത് പറയുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുക. ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്, കാരണം നമ്മൾ ആംഗ്യ ഭാഷയിലൂടെ സംസാരിക്കാം. ഐ കോണ്ടാക്റ്റ് ഉണ്ടാക്കണം, താഴ്ത്തിക്കൊന്നും നോക്കിയിട്ടല്ല സംസാരിക്കേണ്ടത്, പകരം ആരെ നോക്കിയിട്ടായിരിക്കണം, ഓഡിയൻസിനെ ഫേസ് ചെയ്തിട്ടാവണം. പിന്നെ വോയിസ് മോഡുലേഷൻ, എല്ലാതും ഒരേ രീതിക്ക് തന്നെ പറയാതെ അതിലിടയ്ക്ക് പറയേണ്ട കാര്യങ്ങൾ പിച്ച് റൈസിങ് ആയിട്ടോ ഫോളിങ് ആയിട്ടൊക്കെ ഉയർത്തിയിട്ട് ചില സംഭവങ്ങൾ നമ്മൾ ആ ഒരു എക്സ്പ്രഷനോട് കൂടിയാണ് വിവരിക്കേണ്ടത്. അപ്പോൾ പിന്നെ ലാസ്റ്റ് പറയുന്നത് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഒരു മെസ്സേജൊക്കെ ഉണ്ടായിരിക്കണം ഈ സ്പീച്ചിനകത്ത് അല്ലേ. അപ്പോൾ സ്പീച്ച് ഇതാ അവിടെ തന്നിരിക്കുന്നു. ഹോണറബിൾ പ്രിൻസിപ്പൽ, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് ഡിയർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് സ്റ്റാർട്ടിങ്. പിന്നെ ഗുഡ് മോർണിംഗ്, ഐ ആം ഹാപ്പി ടു സ്പീക്ക് എ ഫ്യൂ വേർഡ്സ് ബിഫോർ യു അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് ഹാർഡ് വർക്ക് ടു ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്. അപ്പോൾ ജീവിതത്തിൽ ഹാർഡ് വർക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഉണ്ടായാലേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. പിന്നീട് ഇവിടെ ഒരു കോട്ടിംഗ് ലൈൻ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാം ലെറ്റ് മീ കൺക്ലൂഡ്. ഇതൊക്കെ മിഡിലെ സ്റ്റോറിയെക്കുറിച്ചാണ് പറയുന്നത്. ലൈറ്റ് ഓൺ ദ ഹിൽസിലെ ആ സ്റ്റോറി പിന്നെ ആൺകുട്ടി ബോറിംഗ് ആയ സമയത്ത് ആരാണ് ഇൻസ്പിറേഷൻ കൊടുത്തത്, പെൺകുട്ടി ഇൻസ്പിറേഷൻ കൊടുത്തതാണ് അല്ലേ. അങ്ങനെ അവരുടെ ആ അഡ്വൈസാണ് ചേഞ്ച് ഹീസ് ആറ്റിറ്റ്യൂഡ് മാറ്റിമറിച്ചത്. ലെറ്റ് മീ കൺക്ലൂഡ് മൈ ഷോർട്ട് സ്പീച്ച് എന്ന് പറഞ്ഞ് ഇവിടെ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ബൈ ബ്രിങ്ങിങ് എ ഫാക്റ്റ് ഇൻ ടു യുവർ അറ്റൻഷൻ, ഒരു ചെറിയ സത്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. ദാറ്റ് സക്സസ് എപ്പോഴും വരുന്നത് എങ്ങനെയായിരിക്കാം, സക്സസ് കംസ് ബിഫോർ വർക്ക് ഓൺലി ഡിക്ഷണറീസ്. അപ്പോൾ വിജയം എപ്പോഴും മുന്നേ വരുന്നത്, വർക്കിൻ്റെ മുന്നേ വിജയം വരുന്നത് ഡിക്ഷണറിയിൽ മാത്രമാണ്. അതാണ് ഒരു പ്രത്യേകം പറയാനുള്ളത്. കാരണം സക്സസ് എന്നുള്ളൊരു വാക്ക് എപ്പോഴും വർക്കിൻ്റെ മുമ്പ് വരിക. നമ്മൾ വർക്ക് ചെയ്താലേ സക്സസ് നമുക്ക് കിട്ടുള്ളൂ. ഈ വർക്കിൻ്റെ മുമ്പ് സക്സസ് കിട്ടണം എന്നുള്ളൊരു ആശയം എവിടുന്ന വരിക, ഡിക്ഷണറിയിൽ മാത്രമേ ഉള്ളൂ. അതല്ല ലൈഫ് വർക്ക് ഈസ് ഓൾവേസ് ബിഫോർ. അല്ലാത്ത സമയത്ത് ജീവിതത്തിൽ മുഴുവനും ആദ്യം വർക്കാണ്, പിന്നീടാണ് സക്സസ് വരിക. ഡിക്ഷണറിയിൽ ആദ്യം എസ് കഴിഞ്ഞിട്ടാണ് ഡബ്ല്യു വരുന്നത്. അതാണ് അങ്ങനെ പറഞ്ഞത്, ആൽഫബറ്റിക്കൽ ഓർഡർ നോക്കുമ്പോൾ കേട്ടോ. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. കൺക്ലൂഷൻ നന്നായിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്പീച്ച്. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us ഡിസ്കവർ ഹൗ ഗ്രാമർ വർക്ക്സ്. എങ്ങനെയാണ് ഗ്രാമർ വർക്കാണ് ഇവിടെ നോക്കാനുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാമർ വർക്കാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് പഠിച്ചു പോയാലേ നിങ്ങൾക്ക് ബാക്കി ഹയർ ക്ലാസ്സിലെത്തുമ്പോൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും നന്നായി ശ്രദ്ധിക്കുക. ലുക്ക് അറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസ്ഡ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകൾ, താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ നോക്കിയേ. ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി, പീപ്പിൾ വിൽ നോ how hard you have tried. If I want to do my very, very best, I will do it for the people I love. These sentences deal with a likely situation in the present or future. അപ്പോൾ ഇവിടെ 2 സെൻറ്റൻസ് കണ്ടിട്ടുണ്ട്. ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇഫ് യു ഡു യുവർ വർക്ക്, നീ നിൻ്റെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ, വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി, അർപ്പണബോധത്തോടും അതുപോലെ തന്നെ സത്യസന്ധതയോട് കൂടി ചെയ്യുകയാണെങ്കിൽ, പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ട്രൈഡ്. ജനങ്ങൾക്ക് മനസ്സിലാവും നീ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്, എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ടെന്ന് അല്ലേ. രണ്ടാമത്തത്
ഇഫ് ഐ വാണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ്. അപ്പോൾ നീ അങ്ങനെ ആഗ്രഹിക്കുകയാണെങ്കിൽ ഐ വിൽ ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ ഐ ലവ്. എന്ത് ചെയ്യുക, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി അത് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ സെൻറ്റൻസുകൾ ചെയ്യും, അതുപോലെ തന്നെ കിട്ടും എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ പറയുന്നതാണ്, ഭാവിയിലോ വർത്തമാനത്തിലോ പറയുന്നതാണ്. അതാണ് ദീസ് സെൻറ്റൻസസ് ഡീൽ വിത്ത് എ ലൈക്ലി സിറ്റുവേഷൻ ഇൻ ദ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞത്. ദ സിറ്റുവേഷൻസ് വി ഡിസ്ക്രൈബ് മേ നോട്ട് ഹാവ് ഹാപ്പൻഡ് യെറ്റ്. ഈ സിറ്റുവേഷൻ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഒരിക്കലും നടന്നിട്ടില്ല ഇതുവരെ എന്നുള്ളത്. അതാണ് പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. കിട്ടും, ചെയ്യും എന്നാണ്. ഐ വിൽ ഡു, ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ പീപ്പിൾ വിൽ നോ, ജനങ്ങൾ അറിയും എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുവരെ നടന്നിട്ടില്ല എന്നർത്ഥം. പിന്നെ ബട്ട് ദേ ആർ ലൈക്ലി ടു ഹാപ്പൻ, പക്ഷെ അത് നടക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് വി ക്യാൻ ഈസിലി ഇമാജിൻ ദം ഹാപ്പനിങ്, നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് അതുപോലെ നടക്കും എന്നുള്ളത്. ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ ദ കണ്ടീഷണൽ ക്ലോസ്. അപ്പോൾ ഇതിനാണ് കണ്ടീഷണൽ എന്ന് പറയുന്നത്. കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇഫ് ക്ലോസ്, വ്യവസ്ഥാപിതമായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് പറയുന്നത്. ഐഡൻറ്റിഫൈ ദ ഫീച്ചേഴ്സ് ഓഫ് ദ കണ്ടീഷണൽ ക്ലോസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കണ്ടീഷണൽ ക്ലോസസ് കേട്ടോ. എന്നാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഞാനിത് കഴിഞ്ഞിട്ട് എടുത്തു തരാം. അപ്പോൾ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞത് ഇനി ഈ സെൻറ്റൻസ് എങ്ങനെയാണ് സെൻറ്റൻസിനെ മനസ്സിലാക്കുന്നത്, അതല്ലെങ്കിൽ എന്താണ് കണ്ടീഷണൽ ക്ലോസ് എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഹൗ ഡു ദ സെൻറ്റൻസ് ബിഗിൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പറയാം ഈ സെൻറ്റൻസ് എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് തുടങ്ങേണ്ടത് ഇഫ് യു ഡു യുവർ വർക്ക്, രണ്ടാമതോ ഇഫ് ഐ വാണ്ട് ടു ഡു. അപ്പോൾ ഇത് സെൻറ്റൻസ് ബിഗിൻ വിത്ത് ഈഫ് അല്ലേ. ഈഫ് എന്നുള്ള വേർഡ് കൊണ്ടാണ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാം. ഒന്ന് ടെക്സ്റ്റ് ബുക്ക് തന്നെ എഴുതി വയ്ക്കുക, ക്ലാസ് കേൾക്കുന്ന മുറക്കന്നെ എന്ത് ചെയ്യുക, അത് ചെയ്തു വെക്കുക. ഇനി ഇത് സെൻറ്റൻസസ് ബിഗിൻ വിത്ത് ഈഫ് ക്ലോസസ്. അപ്പോൾ അതിനാണ് പറയാം കേട്ടോ. ഇനി രണ്ടാമത്, ക്യാൻ യു മൂവ് ദ ക്ലോസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദീസ് സെൻറ്റൻസസ് ടു ദ എൻഡ് വിത്തൗട്ട് ചേഞ്ച് ഇൻ മീനിങ്. ക്യാൻ യു മൂവ് ദ ക്ലോസസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ് ടു ദ എൻഡ്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരു മീനിങ്ങിൽ ചേഞ്ചൊന്നും ഇല്ലാതെയാണോ കാണുന്നത്? ഓക്കെ, എന്താ ആൻസർ? യെസ് അല്ലേ. when we begin a sentence with an if clause. അപ്പോൾ if clause വെച്ചൊരു സെൻറ്റൻസ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ we have to use comma to separate main clause. അപ്പോൾ ഈ സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടിവിറ്റിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും രണ്ട് സെൻറ്റൻസുകളാണ്, ഒരു കോമ ഇട്ട് വേർതിരിക്കുക, രണ്ട് ക്ലോസ് ആണുള്ളത്. അതായത് ആദ്യം നോക്കാം, ഇഫ് ഐ വാണ്ട് ടു ഡു മൈ വെരി വെരി ബെസ്റ്റ്, ഇതുവരെ ഒരു സെൻറ്റൻസാണ്. പിന്നെ ഐ വിൽ ഡു ഇറ്റ് ഫോർ ദ പീപ്പിൾ നൗ, അത് കഴിഞ്ഞ് അടുത്തത് വേറെ ക്ലോസ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസുകൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ക്ലോസുകൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമയിട്ട് വേർതിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെയും അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്, കോമട്ട് വേർതിരിച്ചിരിക്കുകയാണ് അല്ലേ. യൂസ് കോമ ടു സെപ്പറേറ്റ് ദ മെയിൻ ക്ലോസ്. അപ്പോൾ മെയിൻ ക്ലോസ് ആണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തത് ഈഫ് ക്ലോസ് ആണ്. അപ്പോൾ രണ്ട് സെൻറ്റൻസിൻ്റെ രൂപം മനസ്സിലായല്ലോ, ഈഫ് ക്ലോസ് ആൻഡ് മെയിൻ ക്ലോസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി വെർബ് ഫ്രേസസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് ഓഫ് ദ സെൻറ്റൻസ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസിനകത്തും എത്ര വെർബ് ഫ്രേസാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 2 വെർബ് ഫ്രേസസ് ഇൻ ഈച്ച് സെൻറ്റൻസ്. അപ്പോൾ ഈ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്, ഏതൊക്കെ വെർബ് ഫ്രേസാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആദ്യത്തെ സെൻറ്റൻസിനകത്ത് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്ന വെർബ് ഏതാണ്? വർക്കാണ്. ഡു ആണ്. ഇഫ് യു ഡു യുവർ വർക്ക്, ഡു ആണ് ആദ്യത്തെ സെൻറ്റൻസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്ലോസിൽ ഈഫ് ക്ലോസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തേൽ നോ അല്ലേ. അപ്പോൾ ഈ സെൻറ്റൻസിൽ ആ രണ്ട് വെർബ് ഏതൊക്കെയാണ്? ഡു എന്നുള്ളതും നോ എന്നുള്ളതുമാണ്. ഇവിടെയും ഡു എന്നുള്ളതും ഒരു വെർബാണ്, ഇവിടെ രണ്ടിലും ഡു ആണ് വെർബ്. അപ്പോൾ രണ്ട് വെർബാണ്, രണ്ട് വെർബ് ഫ്രേസാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലാക്കാം. അപ്പോൾ ഹൗ മെനി വെർബ് ഫ്രേസസ് ഡു യു നോട്ടീസ് ഇൻ ഈച്ച് ഓഫ് ദി സെൻറ്റൻസ്? ദർ ആർ 2 വെർബ് ഫ്രേസസ് ഇൻ ഈച്ച് സെൻറ്റൻസ്. ഡു ദേ ഫോളോ എ ഫിക്സ്ഡ് പാറ്റേൺ? അപ്പോൾ ഒരേ ഫിക്സ്ഡ് പാറ്റേൺ ആണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാക്കും. ദേ ഫോളോ എ ഫിക്സ്ഡ് പാറ്റേൺ ഇൻ ടേംസ് ഓഫ് വെർബ് ഫോംസ് ആൻഡ് ദെയർ ടെൻസസ്. കാരണം രണ്ടിലും വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ മെയിൻ ഈഫ് ക്ലോസിലാണെങ്കിലും രണ്ടിലും പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. ഡു ആണ് രണ്ടിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, കൂടാതെ വില്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ക്യാൻ യു യൂസ് എനി അതർ മോഡൽ വെർബ് ഇൻസ്റ്റെഡ് ഓഫ് വിൽ ഇൻ ദ മെയിൻ ക്ലോസ്? ഈ മെയിൻ ക്ലോസിൽ നമ്മൾ യു വിൽ അല്ലെങ്കിൽ ഐ വിൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പീപ്പിൾ വിൽ. അപ്പോൾ ആ വില്ലിന് പകരം വേറെ ഏതെങ്കിലും മോഡൽ ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. യെസ്. അപ്പോൾ വില്ലിന് പകരം ഏതൊക്കെ ഉപയോഗിക്കാം? ഷാൾ ഉപയോഗിക്കാം, മേ ഉപയോഗിക്കാം, ക്യാൻ ഉപയോഗിക്കാം. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വയ്ക്കുക കേട്ടോ. മേയും ക്യാനും അതുപോലെ തന്നെ ഷാളും ഉപയോഗിക്കാം. വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദ മീനിങ് ആൻഡ് ഫോം? അപ്പോൾ അതിൽ ചേഞ്ചസ് എന്തൊക്കെയാണ് വരിക? ഇഫ് യു ചേഞ്ച് ദ വേർബ്സ് ഇൻ ദ ഇഫ് ക്ലോസ്
ടു ദ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഇനി നമ്മൾ ഇഫ് ക്ലോസിലെ പാസ്റ്റിൽ നിന്നും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ചേഞ്ചസ് ആണ് അവിടെ വരിക, അതിൻ്റെ ഇഫ് ക്ലോസിൻ്റെയും മെയിൻ ക്ലോസിൻ്റെയും പ്രത്യേകതയാണ് ഇവിടെ തന്നിട്ടിരിക്കുന്നത്. നോക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ദ സെൻറ്റൻസ് ബിഗിൻസ് വിത്ത് ഇഫ്. മനസ്സിലായല്ലോ? ഇഫ് യു ഡു യുവർ വർക്ക് വിത്ത് ഡെഡിക്കേഷൻ ആൻഡ് ഹോണസ്റ്റി. അപ്പോൾ ഇവിടെ ഡു എന്നുള്ളത് വെർബാണ് അവിടെ കറക്റ്റായിട്ട് അവിടെ തന്നിട്ടുണ്ട്. അത് ഏത് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പ്രസൻറ്റ് ടെൻസിലാണത് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? പ്രസൻറ്റ് ടെൻസാണ്. ഡു എന്നുള്ളത് V1 ആണ്, ദാറ്റ് ഈസ് പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്ലോസ് നോക്കിയേ. മെയിൻ ക്ലോസ് എന്നാൽ ഇതിൻ്റെ ബാക്കി ഭാഗം, കോമ കഴിഞ്ഞിട്ടുള്ള ബാക്കി ഭാഗം. ക്ലോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വേർഡ്സുകൾ കൂട്ടി യോജിപ്പിക്കുന്ന സെൻറ്റൻസുകൾക്കാണ് ക്ലോസ് എന്ന് പറയാം. ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. പീപ്പിൾ വിൽ നോ ഹൗ ഹാർഡ് യു ഹാവ് ഹാർഡ് ട്രൈഡ്. അപ്പോൾ ഇവിടെ വിൽ നോ എന്നുള്ളതാണ്. ഏതാ ഉപയോഗിച്ചത്? വില്ല് ഉപയോഗിച്ചു, വില്ലിൻ്റെ കൂടെ V1 ഉപയോഗിച്ചു. അതാണ് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിച്ചത്. ഇനി ഇതിനെ പാസ്റ്റിലേക്ക് മാറ്റിയപ്പോഴെങ്ങനെയാണ്? ഇഫ് യു ഡിഡായി മാറി. ഡൂവിൻ്റെ പാസ്റ്റ് ടെൻസ് ഡിഡാണ് അല്ലേ? കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ ഈ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയത് മാറി, വുഡായിട്ട് മാറി. മനസ്സിലാണ്ടോ ചേഞ്ചസ്? ഇനി അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് വന്നപ്പോൾ ഇഫ് യു ഹാഡ് ഡൺ ആണ്. ഹാഡ് പ്ലസ് V3 ആണ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. അത് ഇപ്പുറത്തേക്ക് വന്നപ്പോൾ മെയിൻ ക്ലോസിൽ എന്തായിട്ട് മാറി? വുഡ് ഹാവ് നോൺ. വുഡിൻ്റെ കൂടെ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിച്ചത്. ഇത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കണം. ഉയർന്ന ക്ലാസ്സിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അതേപോലെ കോളൊക്കെ വരച്ച് എഴുതി വെക്കുക. ഇഫ് ക്ലോസ്, മെയിൻ ക്ലോസ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൽ ഡു ആണെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസിൽ വില്ല് വരും. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിൽ ഡിഡ് ആണെങ്കിൽ ഇപ്പുറത്തേക്ക് വുഡ് പ്ലസ് V1 വരും. ഹാഡ് പ്ലസ് V3 ആണെങ്കിൽ വുഡ് ഹാവ് പ്ലസ് V3 ആയിരിക്കും വരിക. ഇതാണ് ഇഫ് ക്ലോസിൻ്റെ പ്രത്യേകത. കണ്ടീഷണൽ ക്ലോസ് എന്നാണ് ഇതിന് പറയുക. അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് എന്തിനാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ആക്ടിവിറ്റി 2. ഇൻ ദ ഫസ്റ്റ് 2 യൂണിറ്റ് യു ഹാവ് ലേൺഡ് അബൌട്ട് നൗൺ ഫ്രേസ്. അപ്പോൾ ആദ്യത്തെ 2 യൂണിറ്റിൽ നമ്മൾ നൗൺ ഫ്രേസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. നൗൺ ഫ്രേസസ് യൂഷ്വലി അപ്പിയർ റൈറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെൻറ്റൻസസ്. അപ്പോൾ ശരിക്കും നൗൺ ഫ്രേസ്, നാമത്തോട് കൂടിയിട്ടുള്ള ഫ്രേസിനാണ് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് കേട്ടോ. അത് സെൻറ്റൻസിൻ്റെ ആരംഭത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം സെൻറ്റൻസ് തുടങ്ങുന്നത് സാധാരണ സബ്ജക്റ്റ് വെച്ചാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് വെച്ച് തുടങ്ങുമ്പോൾ തന്നെ അത് അതിനകത്ത് എന്തുണ്ടായിരിക്കും? നൗൺ ഉണ്ടായിരിക്കും. അതായത് ക്രിയ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ. ദേ ക്യാൻ ഓൾസോ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദി സെൻറ്റൻസ്. ചില സമയത്ത് നമുക്ക് സെൻറ്റൻസിൻ്റെ അവസാനവും കാണാൻ സാധിക്കും. ഈ സെൻറ്റൻസുകളിൽ നൗൺ ഫ്രേസ് ഏതാണെന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അണ്ടർലൈൻ ദ നൗൺ ഫ്രേസസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ഇൻ ദ ഫോളോയിങ് സെൻറ്റൻസസ്. യു മേ ഓൾസോ ഐഡൻറ്റിഫൈ ഹെഡ് നൗൺ ഇൻ ഈച്ച്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണോ സബ്ജക്റ്റ് പൊസിഷനിൽ കാണുന്ന നൗൺ ഫ്രേസ് ഏതാണെന്നാണ് അടയാളപ്പെടുത്തേണ്ടത്. നൗൺ ഫ്രേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി സപ്പോർട്ട് ഹിം. ദ ലിറ്റിൽ ഗേൾ ഇൻ ദ സ്റ്റോറി സപ്പോർട്ട് ഹിം. ഇവിടെ സബ്ജക്റ്റ് ആരാണ്? ദ ലിറ്റിൽ ഗേൾ ആണ് അല്ലേ? ചെറിയ പെൺകുട്ടി എന്ന് പറയുന്നതാണ്. അപ്പോൾ അവിടെ ഹെഡ് വേർഡ് ഏതാ വരിക? മെയിനായിട്ടുള്ള നൗൺ ഏതാണ് വരുന്നത്? ദി ലിറ്റിൽ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് ചെറിയ പെൺകുട്ടി എന്നുള്ളത്. അപ്പോൾ അവിടെ മെയിനായിട്ട് വരുന്ന നാമം ഏതാണ്? പെൺകുട്ടി എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതാണ് ഇതിലെ നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. ഇവിടെ ഗേളാണ്. ഹെഡ് നൗൺ എന്ന് പറയുന്നത് ഹെഡ് നൗൺ കേട്ടോ. അത് ഏതാണ്? ഗേളാണ്. ഹെഡ് നൗണ് ഗേൾ. ഇനി രണ്ടാമത്തത് ഹെർ ബ്രദർ ഹൂ ബിക്കെയിം എ പെയിൻറ്റർ ഗോട്ട് ഇൻസ്പിറേഷൻ ഫ്രം ഹർ. ഇവിടെ ഹെർ ബ്രദർ, അവളുടെ സഹോദരൻ, ഹൂ ബിക്കെയിം പെയിൻറ്റർ, ആരായി മാറി? പെയിൻറ്ററാണ് അയാൾ. അപ്പോൾ അതുവരെ ഉള്ളത് ഇവിടെ സബ്ജക്റ്റാണ് അല്ലേ? കാരണം ആ ബ്രദറിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ ആരായിരിക്കാം ശരിക്കും ഹെഡ് നൗണ്? ബ്രദർ എന്നുള്ളതാണ്. ബ്രദറാണ് ഇവിടെ ഹെഡ് നൗണ്. പിന്നെ രണ്ടാമത്തത് ദ ഗേൾ അഡ്വൈസ്ഡ് ഹെർ ബ്രദർ ടു പെയിൻറ്റ് ദ പിക്ചർ. ഇവിടെ ആരാ? ദ ഗേൾ എന്നുള്ളതാണ് സബ്ജക്റ്റ്. അവിടെ ഹെഡ് നൗൺ എന്ന് പറയുന്നത് ഗേൾ മാത്രമാണ്. ദ ഹിൽസ് വിച്ച് ദേ വിസിറ്റഡ് ടുഗദർ അപ്പിയേർഡ് മിസ്റ്റ്ലി. അവിടെ ഏതാ? ഹെഡ് നൗൺ എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള നൗൺ ഹില്ലാണ് കേട്ടോ. ദ ബോയ് ബിക്കെയിം എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഇൻ ദ എൻഡ്. അവിടെ ബോയ് എന്നുള്ളതാണ് എന്ത്? അതിൻ്റെ ഹെഡ് നൗൺ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ യു മേ ഓൾസോ ഐഡൻറ്റിഫൈ. ഇപ്പോൾ ഹെഡ് നൗൺ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ആക്ടിവിറ്റി അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ക്ലാസ് ഓഫ് വേർഡ്സ് ആർ ആഡഡ് ബിഫോർ ദ ഹെഡ് നൗൺ.
ഇവിടെ ഈ ഹെഡ് നൗൺ ഓരോ സെൻറ്റൻസിനകത്തും ഹെഡ് നൗൺ നമ്മൾ ഗേള്, ഇവിടെ ബ്രദർ, അതുപോലെ ഇവിടെയും ഗേള്, നെക്സ്റ്റ് ഹില്ല്, ബോയ്. ഇതാണ് ഇവിടുത്തെ ഹെഡ് വേർഡ്. ഈ ഹെഡ് വേർഡിനകത്ത് അതിൻ്റെ മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഓഫ് ക്ലാസ് ഓഫ് വേർഡ്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിന് മുന്നേ ഉപയോഗിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? ദ, ഹെർ, ദ അല്ലേ, ഇവിടെ ദ ലിറ്റിൽ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ദ, ഹെർ എന്നൊക്കെ പറയുന്നതിന് എന്ത് പേരാ പറയാ? ഡിറ്റർമിനർ എന്നാണ് പറയാം. ദ, ദിസ്, ഹെർ, മൈ എന്നൊക്കെ പറയില്ലേ, പ്രൊനൗൺ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഡിറ്റർമിനറായിട്ട് ഉപയോഗിക്കുന്നത്, ഡിനോമീറ്റർ ഉപയോഗിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ ദ എന്നും അതുപോലെ ദിസ് എന്നും ദാറ്റ് എന്നൊക്കെ പറയുന്ന ഇങ്ങനെ ആദ്യം തുടക്കത്തിൽ ഉപയോഗിക്കുന്നതിന് ഡിറ്റർമിനർ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ലിറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിറ്റർമിനർ മാത്രമല്ല അഡ്ജക്റ്റീവ്സും എന്ത് ഉപയോഗിക്കാം? ബിഫോർ ദി ഹെഡ് നൗണിന് മുന്നേ ഉപയോഗിക്കാം. മനസ്സിലായോ? ഇനി വിച്ച് ആർ ദ വേർഡ്സ് ആഡഡ് ആഫ്റ്റർ ദ ഹെഡ് നൗൺ. ഇനി ഇതിന് ശേഷം വന്നിരിക്കുന്ന ഏതൊക്കെയാണ്? ഇപ്പോൾ ഗേളിന് ശേഷം ഇന്നാണ് വന്നത്. ഇന്നി എന്ന് പറഞ്ഞാൽ പ്രിപ്പോസിഷനാണ് അല്ലേ. അതുപോലെ തന്നെ ബ്രദറിന് ശേഷം ഹൂ ആണ് വന്നിരിക്കുന്നത്. ഹൂ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ക്ലോസ് ആണ്, നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹെർ ആണ് വന്നിരിക്കുന്നത്, പ്രൊനൗൺ ആണ്. ദേ വന്നിരിക്കുന്നത് പ്രൊനൗൺ ആണ്. പിന്നെ അതുപോലെ തന്നെ ദ ബോയ് ബിക്കേം എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഫ്രേസ് വരെ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഐഡൻറ്റിഫൈ ദ ക്ലാസസ് ഓഫ് വേർഡ്സ് ദാറ്റ് ആർ ആഡഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ഹെഡ് നൗൺ. നൗൺ ഫ്രേസിന് മുമ്പും ശേഷവും വന്നിരിക്കുന്ന വേർഡ്സുകൾ നമ്മൾ തരംതിരിക്കുകയാണ് കോളത്തിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നിട്ടുണ്ട് നൗൺ ഫ്രേസിൻ്റെ കൂടെ, നൗൺ ഫ്രേസ് എന്നാൽ ഇതുവരെ ഉണ്ടല്ലോ, അപ്പോൾ അതിനോട് കൂടെ ദ ലിറ്റിൽ ഗേൾ എന്നുള്ളതാണ് ആദ്യത്തെ നൗൺ ഫ്രേസ്. അപ്പോൾ അതിൽ ദ എന്നുള്ള ഡിറ്റർമിനറാണ്, ലിറ്റ് എന്നുള്ള അഡ്ജക്റ്റീവാണ്, ഗേൾ എന്നുള്ളത് ഹെഡ് നൗൺ ആണ്. അപ്പോൾ അതിനകത്ത് റിലേറ്റീവ് ക്ലോസില്ല. റിലേറ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡ്സ് അല്ലേ, ആ WH ക്വസ്റ്റ്യൻ വേർഡ്സ് അത് എവിടെ ഉപയോഗിക്കലാണ്? സെൻറ്റൻസിൻ്റെ നടുവിലൊക്കെ ഉപയോഗിക്കുന്നതിന് റിലേറ്റീവ് ക്ലോസ് എന്ന് പറയാം. അതുപോലെ തന്നെ പ്രിപ്പോസിഷണൽ ഫ്രേസിന് വന്നിട്ടുണ്ടോ നോക്കിയേ, ഇപ്പുറത്ത് പ്രിപ്പോസിഷണൽ ഫ്രേസ് ദാറ്റ് ഇൻ ദ സ്റ്റോറി സപ്പോർട്ട് ഹിം. അപ്പോൾ റിലേറ്റീവ് ക്ലോസ് ഇല്ല, പ്രിപ്പോസിഷൻ ഇൻ ദ സ്റ്റോറി പ്രിപ്പോസിഷനാണ്. പിന്നെ സപ്പോർട്ട് ഹിം എന്നുള്ളത് വെർബ് ഫ്രേസ് ആണ്. അതുപോലെ ബാക്കിയുള്ള സെൻറ്റൻസുകളൊക്കെ നമുക്ക് നോക്കി കണ്ടുപിടിക്കണം. അടുത്തത് ഹെർ ബ്രദർ ആണ് അല്ലേ. ഹെർ ബ്രദർ ഹൂ ബിക്കേം എ പെയിൻറ്റർ ഗോട്ട് ഇൻസ്പിറേഷൻ ഫ്രം ഹെർ. ഹെർ എന്നുള്ള ഡിറ്റർമിനർ ആണ്. പിന്നെ അവിടെ അഡ്ജക്റ്റീവ് ഉപയോഗിച്ചിട്ടില്ല, ബ്രദർ എന്നുള്ളതാണ് അവിടുത്തെ ഹെഡ് നൗൺ, നേരത്തെ പറഞ്ഞതാണ്. പിന്നെ അടുത്തത് ഹൂ ബിക്കെയിം എ പെയിൻറ്റർ. ഹൂ എന്ന് വന്നത് കാരണം ഇത് റിലേറ്റീവ് ക്ലോസ് ആണ്, ബിക്കെയിം എ പെയിൻറ്റർ. പിന്നെ അവിടെ പ്രിപ്പോസിഷൻ ഇന്നോ ഫോറോ ഓണോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ വെർബ് ഫ്രേസ് ഉണ്ട്, ഗോട്ട് ഇൻസ്പിറേഷൻ ഫ്രം ഹെർ. ഇനി അതുപോലെ അടുത്തത് ദ ഗേൾ അഡ്വൈസ്ഡ് ഹെർ ബ്രദർ ടു പെയിൻറ്റ് പിക്ചേഴ്സ്. ദ ഗേൾ എന്ന് ദ എന്നുള്ള ഡിറ്റർമിനർ, പിന്നെ അവിടെ അഡ്ജക്റ്റീവ്സ് ഇല്ല, ഗേൾ എന്നുള്ള ഹെഡ് നൗൺ, അഡ്വൈസ് എന്ന വെർബ് ഫ്രേസ് ആണ്. പിന്നെ ഹെർ ബ്രദർ ടു പെയിൻറ്റ് എ പിക്ചർ. അപ്പോൾ പുറത്തേക്ക് വന്നു അഡ്വൈസ്ഡ് ഹെർ അങ്ങോട്ട് വെർബ് ഫ്രേസ് ആണ്, അതിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. പിന്നെ നെക്സ്റ്റ് വരുന്നതാ ദ ഹിൽസ് വിച്ച് ദേ വിസിറ്റഡ് ടുഗദർ അപ്പിയേർഡ് മിസ്റ്റിലി. ദ എന്നുള്ള ഡിറ്റർമിനർ ഉപയോഗിച്ചു. പിന്നെ അവിടെ അഡ്ജക്റ്റീവ് ഇല്ല, ഹെഡ് നൗണ് ഹിൽസ് ആണ്. ബാക്കിയൊക്കെ എന്താണ്? അപ്പിയേർഡ് മിസ്റ്റിലി എന്നുള്ളത് അപ്പിയേർഡ് ED ഫോം കണ്ടാൽ തന്നെ അറിയാം വെർബാണ് എന്നുള്ളത്. പിന്നെ നെക്സ്റ്റോ ലാസ്റ്റ് വൺ ദ ബോയ് ബിക്കെയിം എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഇൻ ദ എൻഡ്. ദ എന്നുള്ള ഡിറ്റർമിനർ ഉപയോഗിച്ചു, ബോയ് എന്നുള്ളത് ഹെഡ് നൗൺ ആണ്. പിന്നെ ബിക്കെയിം എന്ന് വരുന്നതൊക്കെയാണ് വെർബ് ഫ്രേസ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബിക്കെയിം ആയിത്തീർന്നു, കം എന്ന് പറഞ്ഞാൽ വരിക എന്നല്ല. അപ്പോൾ ബിക്കെയിം ആയിത്തീർന്നു എന്നുള്ളതൊക്കെ വെർബ് ഫ്രേസാണ്, വെർബാണത്. ബാക്കി വെർബിനോടൊപ്പം വരുന്ന വേർഡ്സുകൾക്കാണ് എന്താ പറയുന്നത്? വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇനി ആക്ടിവിറ്റി 3 ഇതുമായി ബന്ധപ്പെട്ടൊരു ആക്ടിവിറ്റിയാണ്. ആ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിലെ പ്രിപ്പോസിഷണൽ വേർഡ്സും വെർബ് ഫ്രേസൊക്കെ വേറെ വേറെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ ടെക്സ്റ്റ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ലുക്ക് അറ്റ് ദ ആക്ടിവിറ്റി 3. റീഡ് ദ ഫോളോയിങ് സൈൻ ബോർഡ്സ്. Circle the head noun in the noun phrases used in the signboard and write them in the space provided. താഴെ എഴുതാനാണ് തന്നിരിക്കുന്നത്. ഇതിൽ ബേബി ഓൺ ബോർഡ് എന്നുള്ളൊരു സൈൻ ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് കോഷൻ നാരോ ബ്രിഡ്ജ് ഹെഡ് ശ്രദ്ധിക്കാൻ വേണ്ടി പറയാണ്. സെയിൽ അടുത്ത് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ഏതാവുന്നില്ല എൻഡ് ഓഫ് റോഡ്. വൈ ടു വീലർ പാർക്കിംഗ്, വേ ടു ടു വീലർ പാർക്കിംഗ്, ടു വീലർ പാർക്കിങ്ങിലേക്കുള്ള വഴി ഇടാം. അപ്പോൾ ബേബി ഓൺ ബോർഡ് എന്നുള്ളതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിലേതാണ് ഹെഡ് നൗൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഏതാ ഹെഡ് നൗണ്? നൗൺ ഫ്രേസ് ആണ് ഇത് തന്നുള്ളത് അല്ലേ. ബേബി എന്നുള്ളത് നൗണാണ്, ബോർഡ് എന്നുള്ളത് നൗണാണ്. പക്ഷെ ഇതിൽ മെയിനായിട്ടുള്ള നൗൺ ഏതാ വന്നിരിക്കുന്നത്?
ബേബിയാണ്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ സെൻറ്റൻസിൽ കോഷൻ നേരെ, അപ്പോൾ ബേബി എന്ന് ഇവിടെ എഴുതി വെക്കുക കേട്ടോ. പിന്നെ രണ്ടാമത്തേതിൽ എൻഡ് ഓഫ് റോഡ്, ഇവിടെ എൻഡ് എന്നുള്ളത് അവസാനം, അതൊരു നൗണാണ്. റോഡ് എന്നുള്ളതും ഇതിലേതാ മെയിനായിട്ടുള്ള വേർഡ്? റോഡാണ്. പിന്നെ കോഷൻ നാരോ ബ്രിഡ്ജ്, ഇവിടെ ബ്രിഡ്ജാണ് ഹെഡ് വേർഡ് അല്ലേ. പിന്നെ സെയിൽ സമ്മർ ക്ലോത്തിങ് അപ്പ് ടു 50% ഓഫ്, ഇവിടെ എന്തോ ഒരു നൗൺ തന്നിട്ടുണ്ട്. ഏതിൻ്റെയാണ്? ക്ലോത്തിങ്, തുണിയുടെ വില അല്ലേ. അതാണ് 50% ഓഫ് പറഞ്ഞുള്ളത്, കൂടിയത്. പിന്നെ നെക്സ്റ്റോ 2 വീലർ പാർക്കിംഗ്, പാർക്കിംഗ് ആണോ 2 വീലർ ആണോ ഇവിടെ ഹെഡ് നൗൺ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്? ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ക്ലോത്തിങ് 2 വീലറാണ് അവിടെ ഹെഡ് വേർഡായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ ഏതാ ഉപയോഗിക്കുന്നത്? 2 വീലറാണ് ഹെഡ് വേർഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഏതിനൊക്കെയാണ് വരുന്നത്? ഫസ്റ്റത്തെ വേർഡ് ഏതാ വരുന്നത്? ബേബി. ദെൻ രണ്ടാമത്തത് റോഡ്, മൂന്നാമത്തത് ബ്രിഡ്ജ്, മറ്റേത് ക്ലോത്തിങ്, പിന്നെ നെക്സ്റ്റ് 2 വീലർ. ഓക്കെ, അതവിടെ എഴുതി വയ്ക്കുക. ലെറ്റ് us എഡിറ്റ്. അടുത്ത ആക്ടിവിറ്റി കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 98 റീഡ് ദ ഫോളോയിങ് പാസേജ്. ദർ ആർ സം എറേഴ്സ് ഇൻ ഇറ്റ്, ദേ ആർ അണ്ടർലൈൻഡ്. എഡിറ്റ് ദ എറേഴ്സ്. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ളതാണ് ഈ പറയുന്നത്. ഇവിടെ എഡിറ്റ് ചെയ്യുമ്പോൾ എ പെറ്റ് ഡോഗ് സ്വാം 3 rivers, walked 30 kilometers ആൻഡ് ദെൻ കീപ്പാണ് തന്നിരിക്കുന്നത്. ആ കീപ്പ് എന്നല്ല അവിടെ വേണ്ടത്, കാരണം ഇവിടെ ഈ ഡോഗ് സ്വാം എന്നൊക്കെയാണ്. സ്വാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പിന്നെ ഉപയോഗിക്കേണ്ട വെർബൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കണം, പ്രസൻറ്റ് പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കീപ്പ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഇത് ഉപയോഗിച്ചത്. കെപ്റ്റും ഉപയോഗിച്ചു. പിന്നെ നെക്സ്റ്റ് അങ്ങനെ വന്നാൽ വിജിൽ ഔട്ട്സൈഡ് എ ജയിൽ വേർ ഹിസ് മാസ്റ്റർ വാസ് ഇൻ പ്രിസൺ ആണ്. അപ്പോൾ ഈ വാസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പാസീവ് ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇംപ്രിസൺഡ് എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, പാസീവ് ഫോമിൽ ഉപയോഗിക്കുമ്പോൾ V3 ഫോമാണ് ഉപയോഗിക്കുക. അപ്പോൾ പ്രിസൺ എന്നുള്ളതിൻ്റെ V3 ഫോം എന്താണ്? പ്രിസൺഡ് ആണ് വരിക. ഇനി വെൻ സൊഹോറബ് അറസ്റ്റഡ് ഹിസ് ഡോഗ് വാസ് ബിഹൈൻഡ്, അതങ്ങനെ പോയി ബോട്ട് ഫെറീഡ് ഹിം അക്രോസ് ഹിസ് ഫസ്റ്റ് റിവർ ടു പ്രിസൺ, ദ ബോട്ട്മെൻ ട്രൈങ് ടു ഡ്രൈവ്, അങ്ങനെ കഴിഞ്ഞ് ദ കെപ്റ്റ് ഓൺ സിം എന്നാണ് അല്ലേ. അടുത്തവിടെ കെപ്റ്റ് ഓൺ എന്നുള്ള പ്രിപ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ സിമ്മിൻ്റെ കൂടെ അത് ഉപയോഗിക്കുക. ING ഫോമാണ് ഉപയോഗിക്കേണ്ടത്. സ്വിമ്മിങ് എന്ന് ഉപയോഗിക്കണം. പിന്നെ നെക്സ്റ്റ് ഓണർ വാസ് റിലീസ്, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. വോസ് വന്നു കഴിഞ്ഞാൽ V3 ഫോം ഉപയോഗിക്കുക. എപ്പോഴും V3 ഫോം അല്ല ഉപയോഗിക്കേണ്ടത്. ഇവിടെ പാസീവ് വോയിസിലായത് കാരണമാണ് V3 ഫോം ഉപയോഗിക്കുന്നത്. റിലീസ്ഡ് എന്നായി. ഈ നെക്സ്റ്റ് അടുത്തത് ഉപയോഗിക്കുന്നത് അലി വാസ് ജയിൽ ഉണ്ടോ, വാസ് ഉപയോഗിച്ചു, അതിൻ്റെ V3 ഫോം ഉപയോഗിച്ചു ജയിൽഡ്. പിന്നെ ഈ സ്റ്റിൽ സഫറിങ്, ഇപ്പോഴും സഫർ ചെയ്യുന്നു എന്നുള്ള പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈസ് വന്നു കഴിഞ്ഞാൽ സ്റ്റില്ലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒന്ന് ഉപയോഗിക്കണം, ING ഫോം ഉപയോഗിക്കണം. ഇത്രയും സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? റീറൈറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിന് താഴെ സ്പേസ് തന്നിട്ടുണ്ട്, ആ സ്പേസിൽ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി ലെറ്റ് us പ്ലേ വിത്ത് ലാംഗ്വേജ് ഗെയിം. ഈ ലാംഗ്വേജ് ഗെയിമിൽ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി. ഇറ്റ് ഈസ് ട്രൂലി ബ്യൂട്ടിഫുൾ ഫോർ ഇറ്റ് മേക്ക് വൺ ഹാപ്പി ടു ലുക്ക് അറ്റ് ഇറ്റ്. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് കാണുന്നവരെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞു. ദ അണ്ടർലൈൻഡ് വേർഡ് എക്സ്പ്രസ് ആൻ ഇമോഷൻ. ഇവിടെ അണ്ടർലൈൻഡ് വേർഡ് ഏതാണ്? ഹാപ്പിയാണ് അല്ലേ. ഈ ഹാപ്പി എന്നുള്ളത് അണ്ടർലൈൻഡ് വേർഡാണ്. അത് ഒരാളുടെ ഇമോഷനെ കാണിക്കുകയാണ്. ഈ ഇമോഷൻ എന്ന് പറഞ്ഞാൽ മാനസിക ഫീലിങ്സ്, അതായത് മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾക്കാണ് ഇമോഷൻ എന്ന് പറയുക. അപ്പോൾ മാനസികമായിട്ടുള്ള ഓരോ തോന്നലുകളാണ് ഹാപ്പി എന്ന് പറയുന്നത്. വേർഡ്സ് ലൈക്ക് ഹാപ്പി, സാഡ്, ആംഗ്രി, എക്സൈറ്റഡ്, പ്രൈഡ്, എൻവി, ഇതൊക്കെ ഒരുപാട് വേർഡ്സ് ഇവിടെ മനസ്സിൽ തോന്നുന്ന നമ്മളെ വികാരങ്ങൾ തന്നിട്ടുണ്ട്. സാഡ്, ആംഗ്രി, എക്സൈറ്റഡ്, പ്രൈഡ്, എൻവി, ലോൺലി, ഷെയിം, അതുപോലെ തന്നെ നെക്സ്റ്റ് സർപ്രൈസ്ഡ്, എക്സെട്ര ആർ വേർഡ്സ് റിലേറ്റഡ് ടു ഇമോഷൻസ്. എ ഫ്യൂ ഇമോഷൻസ് ആർ ഹിഡൻ ഇൻ ദ വേർഡ് പസിൽ ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഈ വേർഡ് പസിലിൽ കുറച്ച് വേർഡ്സ് ഇതുപോലത്തെ ഇമോഷൻസ് ഒളിഞ്ഞു കിടപ്പുന്നുണ്ട്. വൺ ഈസ് ഡൺ ഫോർ യു. ഒരെണ്ണം ഏതാന്നുള്ളത്? കൺഫ്യൂസ്ഡ് എന്നുള്ളൊരു വേർഡ് തന്നിട്ടുണ്ട് അല്ലേ. ബാക്കിയുള്ളതൊക്കെ നിങ്ങളിങ്ങനെ കണ്ടുപിടിക്കണം, എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കുക. പിന്നെ സർപ്രൈസ്ഡ് ഉണ്ട്, എൻവി ഉണ്ട്, ഷെയിം ഉണ്ട്, സാഡ് ദാ മേലക്കായിട്ട് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഹാപ്പി ഇങ്ങോട്ട്, ആംഗ്രി. അപ്പോൾ ബാക്കിയുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ എഴുതി വെക്കുക. അതുപോലെ ഇങ്ങനെ സർക്കിൾ ചെയ്തിട്ടോ ചതുരത്തിലോ എന്തെങ്കിലും ചെയ്ത് വെക്കുക. ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ഹിയർ ഈസ് എ അനദർ ഗെയിം ദാറ്റ് യു അറ്റംപ്റ്റ്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. നിങ്ങൾ നോട്ട് ബുക്കിലാണ് അതെല്ലാവരും ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കാത്തതിൻ്റെ ഫലമാണ് അത് കാണുന്നത്.
അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊന്ന് ഫില്ല് ചെയ്യുക. സം വേർഡ്സ് ആർ ഗിവൺ ജംബിൾഡ് ഓർഡർ, കാരണം സ്പെല്ലിങ് തെറ്റിയിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ തെറ്റിയ സ്പെല്ലിങ് കറക്റ്റാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ നല്ല പിന്നെ ദേ ആർ വേർഡ്സ് ഫങ്ഷനിങ് ആസ് വെർബ്. അപ്പോൾ നല്ലൊരു വെർബ് നിങ്ങൾക്ക് കിട്ടും. ഐഡൻറ്റിഫൈ വേർഡ്സ് ആൻഡ് റൈറ്റ് ഇൻ ദി സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ ഇതുപോലെ ഉള്ള സ്ഥലത്ത് ടിയേഴ്സ് എന്നുള്ള സംഭവമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആണ് TERS ആണ് ഫസ്റ്റ് വേർഡ്. അത് ശരിക്കും ഏത് വേർഡാണ്? റെസ്റ്റാണ്. തിങ്ക്, ഫീൽ. നമ്മൾ നേരത്തെ തന്നതാണ് ഇത്. നോട്ടിൽ എഴുതാത്തവർ ടെക്സ്റ്റ് ബുക്കിൽ എന്തായാലും ഇത് ചെയ്ത് വെക്കുക കേട്ടോ. അവസാനം നമുക്ക് എന്ത് കിട്ടും? റൈറ്റ് എൻസർക്കിൾഡ് ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. ഇഫ് യു ഗെറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി യു വിൻ. അങ്ങനെ ഈ സർക്കിളിൽ മാത്രം നമ്മൾ എഴുതിയിരിക്കുന്ന ലെറ്റർ കൂടെ റെഡിങ്ങിൽ എഴുതിയിരിക്കുന്ന ലെറ്റർ മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? നമ്മുടെ സ്റ്റോറിയുടെ ടൈറ്റിൽ കിട്ടും. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നുള്ളത് കിട്ടും. ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആക്ടിവിറ്റി കഴിഞ്ഞു. ദ ലൈറ്റ് ഓൺ ദ ഹിൽസ് എന്നുള്ള ചാപ്റ്ററിൽ കംപ്ലീറ്റും ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യാനുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യുക, നോട്ടിൽ ചെയ്യാനുള്ളത് നോട്ടിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.